കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഒരു കോളേജ് ക്യാൻറ്റീനാണ്. വളരെ സമാധാനമായ അന്തരീക്ഷത്തിൽ അവിടെയുള്ളവരെ ആഹാരം കൊടുക്കുകയും വാങ്ങിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ഒരാൾ അങ്ങോട്ട് കടന്നു വരികയാണ്. പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ളവരെയും, അതായത് ഷെഫിനെയും മാനേജർമാരെയും എല്ലാവരും അറിയിക്കുകയാണ് യങ് മാസ്റ്റർ ആയിട്ടുള്ള ഷോയാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന കാര്യം. ഈ ഒരു വ്യക്തി മറ്റാരുമല്ല, നമ്മുടെ കഥാനായകൻ തന്നെയാണ്. ഇവൻ ചെറിയൊരു പ്രശ്നക്കാരൻ എന്നല്ല, ഒരു വലിയ പ്രശ്നക്കാരൻ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇവൻ വളരെ ശാന്തമായിട്ടാണ് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. സോ ഇവന്റെ ബിഹേവിയർ ഒക്കെ എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുള്ളവരെല്ലാം നിൽക്കുന്നത്. ഇവന്റെ ഫാമിലി പറഞ്ഞിട്ട് ഇപ്പോൾ ഇവൻ ഒരു കുഴപ്പമില്ലാണ്ടാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് എന്ന കാര്യം ഇയാള് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവന്റെ അച്ഛന് അയച്ചു കൊടുത്തിട്ട് ഈ ഒരു വിവരം അറിയിക്കുന്നു. ഇവിടെയുള്ള ക്യാമറ വഴി അച്ഛനും അമ്മയും ഒക്കെ തന്നെ അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോ അമ്മയാണെങ്കിൽ ഭയങ്കര സങ്കടത്തില് എന്റെ മകനിനി എന്തൊക്കെയാണോ എന്തോ അനുഭവിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഷോയാന്റെ ഫാദർ ഇവരെ ആശ്വസിപ്പിക്കുകയാണ്. അതായത് ഷോയാൻ ഒരു വലിയ പ്രശ്നക്കാരനാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ ഇവന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു വലിയ കുടുംബമാണ്, സ്റ്റാറ്റസ് ഉള്ള ഒരു ഫാമിലിയാണ്. പക്ഷെ മകന്റെ തോന്നിവാസം ഇവർക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഷോയാനെ ഇവരെ മറ്റൊരു നാട്ടിലേക്ക് മാറ്റി. അതും ഇവന്റെ ഐഡന്റിറ്റി ആരോടും പറയാൻ പാടില്ല, ഇവന്റെ സ്വഭാവം മാറ്റണം. അതുപോലെ തന്നെ ഇവന്റെ ഫാമിലി നെയിമോ കാര്യങ്ങളോ ഒന്നും തന്നെ എവിടെയും പറയാൻ പാടില്ല. മൊത്തത്തിൽ അവനെ ഈ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ പുറത്താക്കി. ഇവന് ഒരു വർഷത്തേക്ക് സമയം കൊടുത്തേക്കാണ്. ആ ഒരു വർഷം ഫുള്ള് ഇവൻ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, പ്രശ്നമോ വഴക്കോ തല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രം ഇവന്റെ ഫാമിലി ഇവന് വേണ്ട പൈസയും എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യും, ഇവനെ തിരിച്ച് സ്വീകരിക്കും. അല്ലാത്ത പക്ഷം എന്നേക്കുമായിട്ട് ഇവൻ ഇങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരും. സോ ഇന്നാണ് ആ ഒരു പ്രധാന ദിവസം. ഇന്നാണ് ആ ഒരു കരാറ് അവസാനിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവൻ അവർക്ക് കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. ആരോടും ഇവന്റെ ഫാമിലി നെയിമോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ ഇവൻ ഇവന്റെ വാക്ക് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും വെയിറ്റ് ചെയ്യുന്നതും ഇവനെ നിരീക്ഷിക്കുന്നതും. അപ്പോൾ അമ്മയാണെങ്കിൽ വളരെ വേദനയോടുകൂടി അവിടെയുള്ള കുറച്ച് ഫോട്ടോസ് നോക്കുകയാണ്. അതായത് ഇവനിപ്പോ കോളേജിലാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവൻ ഫസ്റ്റിലെ ഈ ഒരു കോളേജിൽ വലിയൊരു അടിപിടി നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവന്റെ ടെറിട്ടറിയിലോട്ട് മറ്റൊരുത്തൻ വന്ന് ഇടപെട്ടു എന്ന് പറഞ്ഞിട്ട് അവനെ അടിച്ചൊരു വഴിയാക്കി. ആ ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ നമ്മുടെ കഥാനായിക ഉണ്ട്. ഇവളും അത് കാണുന്നുണ്ട്. ഇവളുടെ പേര് ആൻ എന്നാണ്. രണ്ടാമത്തെ പ്രശ്നം ഒരു ബാറിൽ വെച്ചാണ്. ഇവൻ ഒരാളുടെ തലയടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. അവിടെയും നമ്മുടെ ആൻ ഉണ്ട്. ഇവര് രണ്ടുപേരും ഒരു കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത്, ഒരു ക്ലാസ്സിലും. ഇപ്പോ ഇവൻ വളരെ ക്രൂരമായിട്ടാണ് ഇയാളെ ഉപദ്രവിക്കുന്നത്. സോ അങ്ങനെ ഒരു ലോഡ് പ്രശ്നങ്ങളാണ് ഇവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കൊലപാതകങ്ങളിലേക്ക് ഇവരെ എത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ആലോചിച്ചിട്ട് അമ്മ ഇപ്പോ ഇയാളോട് നമുക്ക് ഒരേ ഒരു മകനല്ലേ ഉള്ളൂ, എങ്ങനെയൊക്കെ ആയാലും ഇത്ര ക്രൂരായിട്ട് അവനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അച്ഛൻ, അതെ അവൻ നമുക്ക് ഒരേ ഒരു മകനാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവൻ നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്നത്. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കിയിട്ട് വേണം ഈ സിഒ സ്ഥാനമൊക്കെ അവനെ ഒന്ന് ഏൽപ്പിക്കാൻ, എനിക്ക് റെസ്റ്റ് എടുക്കാൻ. അതിനാ റാസ്കലെ നന്നായി കിട്ടണ്ടേ, അതിനിങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ അമ്മ ക്ലോക്കിലേക്ക് നോക്കുന്നു. 12 മണി ആവാനായിട്ട് കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. സോ ഇത്രയും നാളും അവൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇനിയും എന്തായാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതും കൂടി കഴിഞ്ഞാൽ അവന്റെ ആ ഒരു ഭാഗ്യപരീക്ഷണം തീരുമല്ലോ എന്നാണ് അമ്മ പറയുന്നത്. ഷോയാനും ടൈം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവൻ ഫുഡൊക്കെ എടുത്ത് ടേബിളിലോട്ട് പോകുന്ന വഴിക്ക് ഒരു പെണ്ണിനെ അറിയാതെ തട്ടാണ്. ഇവളാണ് ശ്രദ്ധിക്കാതെ ഇടിച്ചു കയറി വരുന്നത്. പക്ഷെ ഇവന്റെ കയ്യിലുള്ള ആ ഒരു ഫുഡ് ഐറ്റംസ് ഇവളുടെ ദേഹത്തോട്ടാവുകയാണ്. ഇവളാണെങ്കിൽ ആ ഒരു കോളേജിൽ തന്നെ വില്ലത്തിയാണ്. ജോ എന്നാണ് ഇവളുടെ പേര്. ഇവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവനോട് വളരെ ദേഷ്യത്തില് വായി വരുന്നത് വിളിച്ചു പറഞ്ഞ് ബഹളം വെക്കാണ്. പക്ഷെ ഷോയാനാണെങ്കിൽ ഇവളോട്, സഹോദരി വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം എന്ന് വളരെ സൗമ്യമായിട്ട് പറയുന്നതേ ഉള്ളൂ. ഇവളാണെങ്കിൽ ഉടനെ തന്നെ ഇവനെ തല്ലുന്നു. ഇത് എത്ര രൂപ വില വരുന്ന ഡ്രസ്സാണെന്ന് നിനക്കറിയോ? നിനക്ക് ഇതിന്റെ പകുതി പോലും പേ ചെയ്യാനാവില്ല. നീ ഇതുപോലത്തെ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ എപ്പോഴെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഷോയാനാണെങ്കിൽ ഇവളോട്, അതെ ഞാൻ ഇതുപോലെ ചീപ്പായിട്ടുള്ള സാധനമൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് കേട്ട് ഇവളുടെ കൂടെയുള്ള ആളുകള്, നീ ആരോടാടാ ഇത്ര അപമര്യാദയായിട്ട് പെരുമാറുന്നത് എന്ന് ചോദിക്കുന്നു. ഇവള് വലിയൊരു ഡോണിന്റെ മകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുറച്ച് പേടിയൊക്കെയാണ് ഇവളെ. ആ ഒരു അഹങ്കാരത്തിൽ തന്നെ ഇവളും ഇവനെ വീണ്ടും തല്ലാനായിട്ട് വരുന്നു. പക്ഷെ ഷോയാൻ ഇവളെ തടഞ്ഞിട്ട് ടൈമാണ് നോക്കുന്നത്. ഇനിയും കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പെണ്ണിനോട്, സിസ്റ്റർ കുറച്ച് സമയം കൂടി തരണം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവളും ഇവളുടെ ആളുകളും കൂടി ഇവനെ തല്ലാനായിട്ട് തുടങ്ങാണ്. പക്ഷേ ഷോയാനാണെങ്കിൽ ചിരിച്ചുകൊണ്ടാണ് ഇവൻ ആ ഒരു അടി എല്ലാം ഏറ്റുവാങ്ങുന്നത്. ഇവൻ തിരിച്ചു പ്രതികരിക്കാനൊന്നും പോകുന്നില്ല. അടി കൊണ്ടിട്ടും ഇവൻ ചിരിക്കുന്നതിനനുസരിച്ച് ഇവർക്കും ദേഷ്യം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും നല്ലത് എല്ലാവരും കൂടെ ചേർന്ന് ഇവന് കൊടുക്കുന്നു. അപ്പോഴും ഇവൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് അതെല്ലാം നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരുത്തനാണെങ്കിൽ അവരുണ്ടായിരുന്ന ഒരു ചെയർ എടുത്ത് ഇവനെ വന്ന് അടിക്കുന്നു. ആ ഒരു ഒറ്റ അടിയിൽ തന്നെ ഇവന്റെ ബോധം പോവാണ്. എല്ലാവരും ഇവൻ മരിച്ചു എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ജോയ് ആണെങ്കിൽ ഇവന്റെ നെഞ്ചിൽ ചവിട്ടിയിട്ട്, ഇനി മേല നീ ഇങ്ങോട്ട് വരരുത്, വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും നിന്റെ അവസ്ഥ എന്ന് പറയുന്നു. പക്ഷെ കറക്റ്റ് സമയം തന്നെ 12 മണിയുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ അടിക്കാണ്. അത് കേട്ട ഉടനെ തന്നെ ഇവൻ കണ്ണു തുറന്ന്, ഇനി എന്റെ സമയമാണ് എന്ന് പറയുന്നു. പക്ഷെ ഇവളാണെങ്കിൽ വലിയ പുച്ഛത്തില് നടന്നു പോകാൻ തുടങ്ങുന്നു. പക്ഷെ ഇവളുടെ കാല് പിടിച്ച് 2 സൈഡിലോട്ട് എറിയാണ്. ഒരു പെണ്ണാണെന്ന് പോലും നോക്കുന്നില്ല. അത് കണ്ട് എല്ലാവരും പരസ്പരം ചോദിക്കുന്നത്, ഇവന് ഇത് ആരുടെ മകളാണെന്ന് അറിയില്ലേ എന്നാണ്.
പക്ഷെ ആ ഒരു ഡോണിനേക്കാൾ വലിയൊരു ഡോണാണ് ഇവൻ എന്ന കാര്യം വേറെ ആർക്കും അറിയില്ല. അതിനുശേഷം പറയണ്ടല്ലോ, വീണ്ടും ഇവളുടെ ആളുകൾ ഇവനെ തല്ലാനായിട്ട് വരുന്നു. പക്ഷെ ഇത്തവണ ഒരുത്തനും എഴുന്നേറ്റ് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിൽ എല്ലാത്തിനെയും ഇവൻ അടിച്ച് പഞ്ഞിക്കിടാണ്. ഇത്രയും നേരം ഇവൻ ക്ഷമിച്ച് കടിച്ചു പിടിച്ച് നിന്നത് 12 മണിയാവാനായിട്ടാണല്ലോ. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇവൻ കാത്തിരിക്കുന്ന ദിവസമാണിത്. അതുകൊണ്ട് മാത്രമാണ്. പക്ഷെ ഇനി അവൻ അത് നോക്കേണ്ട കാര്യമല്ല. ഇവൻ ഇവന്റെ വാക്ക് പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോ എന്റെ ഒരു വർഷത്തെ ക്ഷമയുടെ ക്ഷീണം എന്തായാലും നല്ല രീതിയിൽ തന്നെ എനിക്ക് തീർക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇവൻ പറയുന്നത്. എന്നിട്ട് ഇവൻ കയ്യിലുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് ഇനി അടുത്തത് നിന്റെ ഊഴമാണ് എന്ന് പറയുന്നു. അത് മറ്റാരുടേതുമല്ല, നമ്മുടെ ആനിന്റേത് തന്നെയാണ്. ഇവൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. എന്തായാലും അവളുടെ അടുത്തേക്കാണ് ഇനി ഇവൻ പോകാനായിട്ട് പോകുന്നത്. പക്ഷെ അപ്പോഴേക്കും ഇവന്റെ അച്ഛൻ ഇവനെ വിളിച്ചിട്ട് എനിക്ക് സന്തോഷമായി, നീ എന്തായാലും ഒരു വർഷം കൊണ്ട് എനിക്ക് തന്ന പ്രോമിസ് പാലിച്ചല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ, ഞാൻ ശരിക്കും നിങ്ങളുടെ മകൻ തന്നെയാണോ? നിങ്ങളാണോ ഇപ്പൊ എന്നെ കൊല്ലാൻ വേണ്ടി ഇതിനെയൊക്കെ പറഞ്ഞയച്ചത് എന്ന് ചോദിക്കുന്നു. ഇവൻ വിചാരിച്ചിരുന്നത് ഇവനെ തോൽപ്പിക്കാൻ വേണ്ടി അച്ഛൻ തന്നെയാണ് ആ ഒരു പെണ്ണിനെയും കൂട്ടരെയും അയച്ചത് എന്നാണ്. പക്ഷെ അമ്മയും അച്ഛനും ഒക്കെ ഭയങ്കര ടെൻഷനായിട്ട്, നിനക്ക് നിങ്ങൾ പറ്റോ, ആരാ നിന്നെ തല്ലിയത്, ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല മോനെ എന്ന് പറയുമ്പോൾ ഇവൻ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇനിയും ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ്. അതിനുശേഷം ഇവനാണെങ്കിൽ ഇവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോൾ ഈ എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുന്നവരൊക്കെ, നീ കുറിച്ചിട്ടോ, നിന്റെ മരണം ഞങ്ങളുടെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും, ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിച്ചെന്ന് കരുതണ്ട എന്ന് പറയുമ്പോൾ ജോയാൻ വളരെ പുച്ഛത്തില്, അല്ലെങ്കിലും നിങ്ങൾ വില്ലന്മാർ എപ്പോഴും പറയുന്ന ഡയലോഗ് അല്ല ഇത്, എന്തെങ്കിലുമൊക്കെ മാറ്റി പിടിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അതിനുശേഷം ഇവൻ പുറത്തേക്ക് വരുമ്പോൾ ഇവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇവന്റെ പഴയ കാറ് മാനേജർ കൊണ്ടുവന്ന് കൊടുക്കാണ്. ഒരു വർഷമായിട്ട് ഇവന്റെ കയ്യിൽ ഇതില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ തിരിച്ചു കിട്ടുന്നത് കൊണ്ട് വളരെ സന്തോഷമാവുന്നുണ്ട്. അപ്പോ ഇവനാണെങ്കിൽ അതിൽ കയറി പോകാനായിട്ട് തുടങ്ങുമ്പോൾ മാനേജർ, എവിടേക്കാ സർ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ചെറിയൊരു റിവഞ്ച് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോ ഇവനാണെങ്കിൽ ഇവന്റെ കയ്യിലുള്ള ഒരു കീച്ചെയിൻ നോക്കിയിട്ട് അതിന് ഇവൻ പീച്ച് എന്ന് പറയുന്ന ഒരു പേരാണ് വിളിക്കുന്നത്. എന്നിട്ട് ഇതിനോട്, ഒരു വർഷമായിട്ട് എല്ലാം നിർത്തി വെച്ചേക്കല്ലായിരുന്നോ, ഇനി കുറച്ച് ഫണ്ണൊക്കെ ആവാം എന്ന് പറയുന്നു. അതിന്റെ പിന്നിൽ എന്തോ ഒരു കഥ ഉണ്ടാവാം, നമുക്ക് എന്തായാലും നോക്കാം. അതിനുശേഷം ഇവിടെ ഒരു പോലീസ് ഓഫീസറാണ് കാണുന്നത്. അതായത് ഏറ്റവും ഹൈ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ. ഇയാള് മറ്റാരുമല്ല, നമ്മുടെ ഷൂയാന്റെ അമ്മയുടെ സഹോദരനാണ്. ഇപ്പോ ഷൂയാന്റെ അമ്മയാണെങ്കിൽ ഇയാളെ വിളിച്ചിട്ട്, എന്റെ മകനെ നോക്കാനായിട്ടല്ല ഞാൻ നിന്നെ ഏൽപ്പിച്ചത്, എന്നിട്ട് അവൻ എങ്ങനെ എത്ര അടിപെട്ടത് എന്ന് ചോദിക്കുമ്പോഴാണ് ഇയാളും ആ ഒരു കാര്യം അറിയുന്നത്. ഇയാളായിരുന്നു അവന്റെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ നോക്കുന്ന ഗാർഡിയൻ. സോ ഇയാള് ഇപ്പൊ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അവൻ ആ ഒരു കാര്യങ്ങളൊക്കെ പറ്റിയത് എന്ന് പറഞ്ഞ് അമ്മയാണെങ്കിൽ ഇവനോട് ദേഷ്യപ്പെട്ടിട്ട് ഫോൺ വെക്കാണ്, ഇനി മേല എന്നെ വിളിച്ചു പോകരുത് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് ആൻ ആണെങ്കിൽ അവളുടെ ബോഡി ഗാർഡ്സിനോടൊപ്പം കോളേജ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കുറച്ച് പയ്യന്മാരാണെങ്കിൽ ഇവളോട് വന്ന് ഇഷ്ടം പറയാണ്. പലതരത്തിലുള്ള ഗിഫ്റ്റും അതുപോലെ തന്നെ വാക്കുകളും ഒക്കെ കൊണ്ടാണ് അവര് ഇവളെ പ്രപ്പോസ് ചെയ്യുന്നത്. പക്ഷെ ഇവളാണെങ്കിൽ തനിക്ക് ഡേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോഴും ഇവര് ഭയങ്കര ഇവളെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്, എന്തെങ്കിലും പറയണം, ഞങ്ങളിൽ ആരെങ്കിലും സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആനാണെങ്കിൽ ഒരു ദേഷ്യമില്ലാതെ വളരെ സൗമ്യമായിട്ട്, എനിക്ക് വീട്ടിൽ പോകാൻ സമയമായി, ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇവളെ പോവാണ്. എന്നാൽ അപ്പോഴേക്കും കറക്റ്റ് ഷോയാനാണെങ്കിൽ അങ്ങോട്ട് വളരെ വേഗത്തിൽ കാർ ഓടിച്ചു വരികയാണ്. ഇവളെ ഇടിക്കുന്ന പോലെ വരുന്നത് കൊണ്ട് തന്നെ ഇവളും പെട്ടെന്ന് പേടിച്ച് താഴേക്ക് വീഴുന്നു. എന്നിട്ട് ഷോയാനാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി നേരെ ഇവളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവളുടെ ഗാർഡ്സ് ഇവനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു. പക്ഷെ ഇവനാണെങ്കിൽ ഇവരെല്ലാം അടിച്ചിട്ട് ഇവളുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ഇവളാണെങ്കിൽ ഇവനോട്, നിങ്ങളുടെ കാർ എന്നെ പേടിപ്പിച്ചല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവളെ നേരത്തെ പ്രപ്പോസ് ചെയ്ത ആ പിള്ളേരൊക്കെ ആനിനെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇത് കംപ്ലൈന്റ് ചെയ്യും, മര്യാദയ്ക്ക് നീ ഇവിടെ നിന്ന് ആനിനോട് സോറി ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ പൊക്കോ എന്ന് പറയുമ്പോൾ ഷോയാനാണെങ്കിൽ ചിരിച്ചിട്ട് ആനിനോട്, ഈ ആൻ ആണെങ്കിൽ വലിയൊരു ഡോണിന്റെ മകളാണ്, നമ്മളെ നേരത്തെ ഒരു പെണ്ണിനെ കണ്ടല്ലോ, അവളുടെ അച്ഛനേക്കാൾ വലിയൊരു ഡോൺ, കുറെ ഏരിയ തന്നെ ഭരിക്കുന്നത് ഇവളുടെ അച്ഛനാണ്. ഒരു ഡ്രാഗൺ സൊസൈറ്റി എന്ന പേരുള്ള ഒരു ഫുൾ ഏരിയ, അവിടുത്തെ ഒരു മിസ്ട്രസ് ആണ് ഇവള്. സോ ഇപ്പൊ ഇവളുടെ പേര് വിളിച്ചിട്ട് ഇവൻ, നീ ചെയ്തു കൂട്ടിയ ക്രൂരമായ കൊലപാതകങ്ങള് ഞാൻ നേരിട്ട് കണ്ടില്ലായിരുന്നെങ്കിൽ നീ ഒരു വെള്ളരി പ്രാവാണെന്ന് ഞാൻ ശരിക്കും വിചാരിച്ചു പോയാണേ എന്ന് പറയുമ്പോൾ ഇവള്, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വീണ്ടും വളരെ സൗമ്യമായിട്ട് പറയാണ്. അപ്പൊ ഇവൻ, ഓ നിനക്കൊന്നും ഓർമ്മയില്ല അല്ലേ, ഞാൻ ഓർമ്മപ്പെടുത്തി തരാം എന്ന് പറഞ്ഞിട്ട്, നേരത്തെ നമ്മൾ കണ്ടിരുന്നല്ലോ ഇവൻ കുറെ പേര് ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങള് ഫോട്ടോ ആയിട്ട് അമ്മ നോക്കുന്നത് കണ്ടിരുന്നല്ലോ. ആ ഒരു ഫോട്ടോ എല്ലാം തന്നെ ഇവന്റെ കയ്യിലുണ്ട്. ഈ ഒരു ഫോട്ടോസ് എല്ലാം തന്നെ എടുത്തത് മറ്റാരുമല്ല, ഇവളാണ്. ഇവൻ അടിയുണ്ടാക്കുന്ന ആ സ്പോട്ടിലെല്ലാം തന്നെ ഇവൾ ഉണ്ടായിരുന്നല്ലോ. അന്ന് ബാറിൽ വെച്ച് ഇവൻ ഇയാളെ തല്ലിയതിന് റീസൺ എന്താണെന്ന് വെച്ചാല്, ഒരു പെൺകുട്ടി ഇയാളെ മോശമായിട്ട് ടച്ച് ചെയ്തു, അതുകൊണ്ടാണ്. ഇവനാണെങ്കിൽ ഇവന്റെ ഒരു പങ്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോയിരുന്നു. പക്ഷെ ഇയാൾക്ക് ബാക്കി കൊടുത്തത് ഇവളാണ്. എന്നിട്ട് ഒരു ബാൻഡേജ് എടുത്ത് കൊടുത്തിട്ട്, ബ്ലീഡിങ് ആവുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഒട്ടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇവളുടെ ക്യാരക്ടർ വളരെ സൗമ്യമായിട്ട് തോന്നുമെങ്കിലും ആക്ച്വലി ഇവളൊരു സൈക്കോയാണ്, പക്ഷെ ഒരു ഗുഡ് സൈക്കോ. അതുപോലെ തന്നെ അന്ന് കോളേജിൽ വെച്ച് ആ ഒരു അടിപിടി ഉണ്ടായതിന് കാരണം ഈ ഒരു പയ്യനാണെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസിനെയൊക്കെ ആവശ്യമില്ലാതെ ഉപദ്രവിച്ചതിന്റെ പേരിലാണ്. ഷോയാനാണെങ്കിൽ അവന്റെ ഒരു പങ്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ബാക്കിയായിട്ട് ഇവളാണെങ്കിൽ ഈ പയ്യനോട് വന്ന്, എനിക്കും കുട്ടികളെ ഉപദ്രവിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവളും ഇവളുടേതായിട്ടുള്ള പങ്ക് ഇവനെ കൊടുത്തിട്ട് പോകുന്നത്. അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഇവൻ എവിടെയൊക്കെ അടി ഉണ്ടാക്കിയിട്ടുണ്ടോ അവിടെ എല്ലാം തന്നെ ഇവളും അവരെ പണിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം ഇവന്റെ തലയിൽ മാത്രമാണ് ആയത്. ആർക്കും ആ ഒരു കാര്യങ്ങളൊന്നും അറിയില്ല, അറിഞ്ഞാലും പുറത്തു പറയാൻ
പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഇവളാണെങ്കിൽ ഇപ്പോഴും ഇവൻ പറയുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവൻ കണ്ടുപിടിച്ചോന്ന് ഇവൾക്ക് മനസ്സിലായി. പക്ഷെ ഇവൾ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. നിങ്ങൾ എന്തൊക്കെയോ പറയുന്നത്, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ഇവനാണെങ്കിൽ ഇവളെ പിടിച്ചു തടഞ്ഞിട്ട്, എനിക്ക് നിന്നോട് പഴയ പകയോ പുതിയതായിട്ട് തർക്കങ്ങളോ ഒന്നുമില്ല. പക്ഷെ നീ ഒറ്റൊരുത്തി കാരണമാണ് ഞാൻ ഈ ഒരു വർഷം ഒരു വിഡ്ഢിയെ പോലെ അഭിനയിച്ച് കിടക്കേണ്ടി വന്നത്. നീ ചെയ്തതിനൊക്കെയാണ് ഞാനെല്ലാം പഴികേൽക്കേണ്ടി വന്നത്. അതുകൊണ്ട് നീ ആരാണെന്ന കാര്യം തുറന്ന് സമ്മതിച്ചേക്ക്. ഈ പാവം കളിക്കലൊന്നും വേണ്ട. പിന്നെ വേണമെങ്കിലും ഞാൻ ക്ഷമിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവളെ കിസ് ചെയ്യുന്നത് പോലെ വരുന്നു. പക്ഷെ ഇവളാണെങ്കിൽ പെട്ടെന്ന് കത്തിയെടുത്ത് ഇവന്റെ അടുത്തേക്ക് പിടിക്കാണ്. ഇവളിങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ഇവനെ നന്നായിട്ട് തന്നെ അറിയായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പോയത്, ഇവളുടെ ആ ഒരു ക്യാരക്ടർ വെളിയിൽ കൊണ്ടുവരാനായിട്ട്. സോ ഞാനിപ്പോ ഇവനോട് നമുക്ക് മറ്റെവിടെയെങ്കിലും പോയി സംസാരിക്കാം എന്ന് വളരെ രഹസ്യമായിട്ട് പറയുമ്പോ ഇവനും ശരി, പക്ഷേ നിന്നോട് ഇതൊക്കെ ആരാ ചെയ്യാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ ഇവള് അത് നീ എന്തായാലും അറിയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവന്റെ വണ്ടിയിലേക്ക് കയറാൻ പോകാൻ തുടങ്ങുമ്പോ ഈ ഒരു പയ്യന്മാരാണെങ്കിൽ ആൻ നീ എവിടെ പോകുന്നത്, ഇവന്റെ കൂടെ പോകാൻ പോവാണോ, ഇവൻ നിന്നെ ഇനിയും ഉപദ്രവിക്കും എന്ന് പറയുമ്പോ ഇവരോട് താങ്ക്സ് പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കണ്ട ഇതെന്റെ ബോയ് ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞിട്ട് ഇവന്റെ കാറിലേക്ക് കയറാണ്. ഇവനും ചിരിച്ചിട്ട് ഒന്നും പറയാൻ പോകുന്നില്ല, കാർ എടുത്ത് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇവരെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇവനാണെങ്കിൽ ഇവളോട് അല്ല ശരിക്കും നീ എന്നെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ആളെ ഏർപ്പാട് ചെയ്തത് എന്തിനാ, എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് എന്തിനാ എന്ന് ചോദിക്കുമ്പോ ഇവള് അതൊന്നും എനിക്ക് നിന്നോട് പറയേണ്ട കാര്യമില്ല, നിന്നെ കൊല്ലാൻ നോക്കുന്നവരുടെ കൂട്ടത്തില് വെറൊരു സാധാരണക്കാരിയല്ലേ ഞാൻ എന്ന് ചോദിച്ചിട്ട് ഇവളാണെങ്കിൽ ഇവളുടെ കയ്യിലുള്ള കത്തിയെടുത്ത് ഇവന്റെ കഴുത്തിലേക്ക് കൊണ്ടുവച്ചിട്ട് നീ കൂടുതൽ സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോ ഇവനാണെങ്കിൽ പെട്ടെന്ന് കാറ് വെട്ടിച്ച് ഇവളുടെ കയ്യിൽ നിന്ന് ആ ഒരു കത്തി വെളിയിലേക്ക് തെറിപ്പിക്കുകയാണ്. ഇതൊന്നും കൊച്ചു പിള്ളേർ കളിക്കേണ്ട കളിയല്ല, നിനക്ക് കത്തി വെച്ച് കളിക്കാനുള്ള പ്രായമൊന്നും ആയില്ല മോളെ എന്നിവൻ ഇവളോട് പറയുമ്പോ ഇവളാണെങ്കിൽ വീണ്ടും ഇവന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് ഈ വണ്ടി എന്ത് ബ്യൂട്ടിഫുള്ളാ എന്ന് പറയുമ്പോ ഇവനും അതെ ഫ്രയർ ആണ്, നീ എന്നെ തൊടുന്നതിനനുസരിച്ച് ഇതിന്റെ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കും എന്ന് പറയുമ്പോ ഇവളാണെങ്കിൽ നൈസിന് ആ ഒരു സ്റ്റിയറിംഗിലൂടെ കൈയോടിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചെടുക്കാണ്. അതുകൊണ്ട് തന്നെ കാർ അവിടെ ചെന്നിടിച്ച് നല്ലൊരു ആക്സിഡന്റ് തന്നെ ഉണ്ടാവുകയാണ്. അതില് ഇവർക്ക് രണ്ടുപേർക്കും നല്ലതുപോലെ ഇടിയേൽക്കുന്നുണ്ട്. പക്ഷെ ഇവളാണെങ്കിൽ ഒരു കൂസലില്ലാത്ത കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവന്റെ അടുത്തേക്ക് നടന്നു വരുമ്പോ ഇവളെ നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ടാ എന്നെക്കാളും വലിയൊരു ഭ്രാന്തുള്ള വ്യക്തിയെ കാണുന്നത് എന്നാണ് ചിന്തിക്കുന്നത്. എന്നിട്ട് ഇവൻ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഓപ്പൺ ആവുന്നില്ല. ഇവളോട് ഒരു കൈസഹായം ചോദിക്കുന്നു, പക്ഷെ ഇവള് സോറി എനിക്ക് അച്ഛനായിട്ട് ലഞ്ച് കഴിക്കാനുള്ളതാ, സമയമില്ല എന്ന് പറയുമ്പോ ഇവൻ നീ നിന്റെ സ്വന്തം ബോയ് ഫ്രണ്ടിനെ കൊല്ലാൻ നോക്കുന്നത് എന്ന് പറയുമ്പോ ഇവളെ കയ്യിലുള്ള ലിപ്സ്റ്റിക് എടുത്തിട്ട് ഇവന്റെ ഫേസിൽ ഒരു ലൗഷനെ വരച്ചു കൊടുത്തിട്ട് അതെങ്ങനെ ശരിയാവും, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇവളെ തലയിലുള്ള ക്ലിപ്പ് ഊരിയിട്ട് ഇവൻ എറിഞ്ഞു കൊടുത്തിട്ട് നമ്മൾ അടുത്ത തവണ കാണുമ്പോ പുതിയൊരെണ്ണം വാങ്ങിക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവളെ നടന്നു പോവുകയാണ്. ഇവൻ ആവുന്നെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട് ആ ഒരു ഡോർ തുറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ. പക്ഷെ അവളാണെങ്കിൽ കേട്ട ഭാവം പോലും കാണിക്കുന്നില്ല. ഇവൻ എന്തായാലും അവള് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് അവളുടെ ആ ഒരു ക്യാരക്ടർ. ഇവള് വളരെ സന്തോഷത്തിലാണ് അതിനുശേഷം ചിരിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ ഇവളുടെ അച്ഛനാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഇവളുടെ ചിരിച്ച ഫേസ് ഒക്കെ മാറ്റിയിട്ട് നല്ലതുപോലെ പേടിച്ചതുപോലെ അച്ഛനെ വന്ന് പെട്ടെന്ന് കെട്ടിപ്പിടിക്കാണ്. അച്ഛനും എന്റെ മകൾ ആരാ തൊട്ടത്, ഇപ്പൊ തന്നെ ഞാൻ അവനെ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് അതിനിറങ്ങി തിരിക്കുമ്പോ ഇവള് അച്ഛ ഒന്നും വേണ്ട, അച്ഛൻ അവനെ കൊന്നാലോ പിന്നെ എനിക്കാരാ ഉള്ളത്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോ അച്ഛനും ഇവളോട് മോളെ നീ ഇങ്ങനെ ഇത്രയും പാവമാവരുത്, അച്ഛൻ അവനോട് പ്രതികാരം ചോദിക്കാം എന്ന് പറയുന്നു. പക്ഷെ ഇവരാണെങ്കിൽ ഭയങ്കര ഭാവത്തിൽ അഭിനയിച്ച് അച്ഛനെയും കൂട്ടി വീട്ടിലേക്ക് പോകാനായിട്ട് പോവാണ്. പക്ഷെ ഇവളുടെ അച്ഛനാണെങ്കിൽ ഇവളെ കേൾക്കാതെ അയാളുടെ ആളുകളോട് അവൻ ആരാണെങ്കിലും എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. ഇവളുടെ അച്ഛൻ അറിയില്ല മോളൊരു സൈക്കോയാണ് എന്ന കാര്യങ്ങളൊന്നും. കാരണം ഇയാളുടെ മുന്നിൽ ഇവള് വളരെ പാവമായിട്ടാണ് നിൽക്കുന്നത്. അച്ഛൻ ഒരു ഡോൺ ആണ് എങ്കിൽ പോലും മകള് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് എന്ന നിലയിലാണ് ഇവള് നിൽക്കുന്നത്. അതിനുശേഷം ഇവിടെയാണെങ്കിൽ ഷോയാന്റെ ഫാദർ ഷോയാനെ ആക്രമിച്ചത് ഈ ജോ ആണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവളുടെ ഫാദറിന് ഇപ്പോൾ ഒരു പണി വന്നിരിക്കുകയാണ്. ഇയാൾക്കാണെങ്കിൽ ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇയാളുടെ ഹോൾഡ് ഉപയോഗിച്ച് ഏകദേശം ഫ്രീസ് ചെയ്ത് വെച്ചേക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം തന്നെ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഷോയാന്റെ അച്ഛൻ. പക്ഷെ ഇയാൾക്കാണെങ്കിൽ ആ ഒരു ഷെൻ ഫാമിലി ആയിട്ട് ഷോയാനെ എന്താണ് ബന്ധം എന്ന് അറിയില്ല. അതായത് ഇവളിപ്പോ പ്രശ്നം ഉണ്ടാക്കിയ ആ ഒരു പയ്യന് എന്താണ് ബന്ധം എന്ന് അറിയില്ല. ഷോയാന്റെ ഫാമിലി നെയിമാണ് ഷെൻ ഫാമിലി എന്ന്. അതുകൊണ്ട് തന്നെ ഇയാൾ വളരെ ദേഷ്യത്തിൽ അത് അന്വേഷിക്കാനായിട്ട് ഏർപ്പാട് ചെയ്യുകയാണ്. പക്ഷെ ജോയ് ആണെങ്കിൽ വളരെ നിരാശയിലാണ്. കാരണം ഇവൾക്ക് അടി കിട്ടിയ കാര്യമൊക്കെ ഏകദേശം കോളേജ് മൊത്തം അറിഞ്ഞിരിക്കുകയാണ്. ഇവളെ ഇത്രയും നാളും ഭയങ്കര റൗഡിയായിട്ട് അഹങ്കരിച്ച് നടന്നതാണല്ലോ, ഒരു പാവപ്പെട്ട പയ്യനാണ് ഇവളെ തല്ലിയത് എന്നാണ് ഇവള് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛനോട് അച്ഛാ നിങ്ങളുടെ പ്രിയപ്പെട്ട മകള് ഇത്രയും അപമാനിക്കപ്പെട്ടിട്ട് നിങ്ങൾ ഇതിന്റെ പിന്നാലെ പോവാണോ, എനിക്ക് വേണ്ടി ഒന്ന് പ്രതികാരം ചോദിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾക്ക് നല്ല ദേഷ്യം വരാണ്. ഇവളുടെ കാരണമാണല്ലോ ഇപ്പോൾ ഇയാൾക്ക് നോട്ടീസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ ആരുമായിട്ടോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് പറയുന്നത് അതൊരു പാവപ്പെട്ട വീട്ടിലെ പയ്യനാച്ചാ, അവൻ എങ്ങനെ ഇത്ര ഹോൾഡൊക്കെ വരുന്നത്, ഇത് അച്ഛന്റെ വേറെ ഏതെങ്കിലും വഴിയിലുള്ള പണിയായിരിക്കും, അല്ലാതെ അവൻ ഒരിക്കലും അവൻ വഴിയില്ല, ഇതിന്റെ പേരിൽ എന്നെ ഇനി വെറുതെ കുറ്റപ്പെടുത്തണ്ട എന്ന് പറയുമ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്ന് ഇവളെ തല്ലാനായിട്ട് പോവാണ്. പക്ഷെ അപ്പോഴേക്കും ഇയാൾക്ക് ഒരു കോള് വരുന്നു. അതിൽ പറയുന്നത് ഷോയാൻ മരണപ്പെട്ടു എന്നാണ്. അത് കേട്ട് ഇവളും ഷോക്കാവുകയാണ്. അതുപോലെ തന്നെ ആ ഒരു കാര്യം ഷോയാന്റെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ അറിഞ്ഞിരിക്കുകയാണ്. അവൻ ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടു എന്ന്. അത് ആരോ മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തത് തന്നെയാണ് എന്ന രീതിയിലാണ് വിവരം എത്തിയിരിക്കുന്നത്. ഇവരെല്ലാരും തന്നെ അത് കേട്ട് ഷോക്കായി പോവാണ്. അച്ഛനും വളരെ ദേഷ്യത്തിലും സങ്കടത്തിലും എത്രയും പെട്ടെന്ന്
ഇതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ഏർപ്പാട് ചെയ്യുന്നു. മാത്രമല്ല ഇവിടെ ആനിന്റെ അച്ഛനാണെങ്കിൽ ഇവളോട് വന്ന് നീ എന്നോട് ക്ഷമിക്കണം മോളെ, നിനക്ക് വേണ്ടി അച്ഛൻ നിന്നെ ഉപദ്രവിച്ചവന്റെ ജീവൻ എടുത്തു എന്ന് പറയുമ്പോൾ അത് കേട്ട് ഇവളും ഷോക്കായി പോവാണ്. പിന്നെ ഇവള് അവിടെ ഇരിക്കുന്നില്ല, അച്ഛനോട് വേറെ ഒന്നും ചോദിക്കുന്നുമില്ല, മിണ്ടുന്നുമില്ല, നേരെ റൂമിലേക്ക് വരികയാണ്. എന്നിട്ട് റൂമിലേക്ക് വന്ന് വളരെ നിരാശയില് നീ ഇങ്ങനെ മരണപ്പെട്ടല്ലോ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് ഇവള് അവന്റെ ഫോണിലേക്ക് കോൾ ചെയ്ത് നോക്കുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ഇവളുടെ ബാത്റൂമിൽ നിന്ന് ഷോയാൻ ഇറങ്ങി വരികയാണ്. ഇവള് നല്ല രീതിയിൽ സർപ്രൈസ് ആവുന്നുണ്ട്. പക്ഷെ ഇവളുടെ ഫേസിലൊന്നും അത് കാണിക്കുന്നില്ല. ഇവളൊരു നിമിഷം വിചാരിച്ചത് ആ ഒരു വാർത്ത സത്യമായിരിക്കും എന്നാണ്. പക്ഷെ ഇവള് നേരെ വന്ന് ഇവനോട് സർപ്രൈസ് തരാൻ വന്നതായിരിക്കും അല്ലെ എന്നാണ് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നത്. അപ്പൊ ഷോയാൻ ഇവളോട് അല്ല നിന്റെ ബോയ് ഫ്രണ്ട് മരിച്ചെന്ന വാർത്ത കേട്ടിട്ട് നിനക്ക് ഒരു വിഷമോ ഇല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവള് തീർച്ചയായും ഉണ്ട്. പെട്ടെന്ന് മരിച്ചതിൽ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. നിന്നോടൊപ്പം എനിക്ക് ഒരുപാട് നാളൊന്നും അടിയുണ്ടാക്കാൻ സാധിച്ചില്ലല്ലോ, വേണ്ടത്ര പണിയൊന്നും എനിക്ക് നിനക്ക് തരാനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ രീതിയിൽ നീ മരിച്ചാല് എനിക്ക് നല്ല വിഷമുണ്ടായിരുന്നു എന്ന് പറയുമ്പോ ഇവൻ ഓ നിനക്ക് റിവഞ്ച് എടുക്കണം അല്ലേ, ആയിക്കോട്ടെ. പക്ഷെ എനിക്കറിയണം ഞാൻ തല്ലിയതിന്റെ പിറകെ നീ ബാറിൽ വെച്ച ആളുകളെ എന്തിനാണ് തല്ലിയത്, അതും ബാൻഡേജ് കൊടുത്ത് ഹെൽപ്പ് ചെയ്തതൊക്കെ അത് നീ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവള് അതെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കത്തിയെടുക്കാണ്. പക്ഷെ അത് ഇവൻ കൈക്കലാക്കുന്നു. അപ്പൊ ഇവള് ഇവനോട് എല്ലാരെയും ചതിച്ചിട്ട് നീ മരിക്കാതെ ഇങ്ങോട്ട് വന്നത് എന്നെ കാണാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോ ഇവൻ ചതിക്കാതിരുന്നാല് എനിക്ക് വേറെ എങ്ങനെയാ വഴിയുള്ളത്, ഇതല്ലേ എനിക്കൊരു വഴിയുള്ളൂ നിന്നെ കാണാൻ എന്ന് പറയുമ്പോ ഇവള് നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് സമ്മതിച്ചേക്ക്, അതിന് ഇങ്ങനത്തെ വഴിയൊന്നും സ്വീകരിക്കണ്ട എന്ന് പറയുമ്പോ ഷൂയാൻ തീർച്ചയായും എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ അതിന് ഏത് പാതാളത്തിലേക്കാണെങ്കിലും ഞാൻ നിന്നെയും കൊണ്ടുപോകും. ആക്സിഡന്റ് സംഭവിച്ചത് നമുക്ക് രണ്ടുപേർക്കും കൂടിയല്ലേ, അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാ ഒറ്റയ്ക്ക് പോകുന്നത് ശരിയാവുന്നത് എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ തന്നെ ഇവളുടെ അച്ഛൻ പുറത്തു വരികയാണ്. നീ ഉറങ്ങിയില്ലേ മോളെ, ആരോടാ സംസാരിക്കുന്നത്, എന്താ ഒരു ശബ്ദം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഇവളാണെങ്കിൽ ഇല്ലച്ച എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അയാൾ അത് വിശ്വസിക്കാതെ ഞാൻ അകത്തേക്ക് വരാണ് എന്ന് പറയുമ്പോ ഇവള് വേണ്ടച്ച എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവനോട് പുറത്തേക്ക് പോകാനായിട്ട് പറയാണ്. അപ്പൊ ഇവൻ ഒന്നുമില്ലെങ്കിലും ഞാൻ മരിച്ചൊരു മനുഷ്യനല്ലേ, പുറത്ത് നല്ല മഴയും തണുപ്പൊക്കെയാ, ഞാൻ എങ്ങനെ പുറത്തേക്ക് പോകുന്നത്, എനിക്ക് പേടിയാ എന്ന് പറയുമ്പോ ഇവന് നല്ല തരണം കൊടുത്തിട്ട് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിക്കും കൊല്ലും എന്ന് പറയുമ്പോ ഇവനാണെങ്കിൽ ഇപ്പോഴും നീ എന്നെ വരട്ടാണല്ലേ എന്ന് ചോദിച്ച് ഇവളെ പിടിച്ച് ബെഡിലേക്ക് ഇടാണ്. ഇവളും ഒന്ന് നെർവസ് ആവുന്നു. നീ എന്താ ചെയ്യാൻ പോകുന്നത്, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോ എന്ന് പറയുമ്പോ ഇവനാണെങ്കിൽ ആ ഒരു ടവൽ അഴിക്കാനായിട്ട് പോവാണ്. അത് അഴിക്കുകയും ചെയ്യാണ്. പക്ഷെ കറക്റ്റ് സമയത്ത് ഇവളുടെ അച്ഛൻ ഡോറ് തുറന്ന് കയറി വരികയാണ്. എന്നാൽ അവനെ കാണുന്നില്ല. തക്ക സമയത്തിന് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ടവല് മാത്രം അവിടെ ആയി പോവാണ്. അതിവളെ പെട്ടെന്ന് തന്നെ കാലുകൊണ്ട് ഇയാളെ കാണാതെ കട്ടിലിനടിയിലേക്ക് തട്ടിയേറിയാണ്. അച്ഛനും ഇവളോട് മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവളും ഞാൻ ഓക്കെയാണ് അച്ഛാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പൊ അച്ഛനും ശരി മോളെ, എങ്കിലും ഞാൻ നിന്നെ ശല്യപ്പെടുത്തുന്നില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അച്ഛനും ഡോർ അടച്ചിട്ട് ഇറങ്ങി പോവാണ്. ഇവളും പെട്ടെന്ന് തന്നെ ബാൽക്കണിയിലേക്ക് വരുമ്പോ ഇവനാണെങ്കിൽ താഴെ എത്തിയിട്ട് ഇവളെ ഫോണിൽ വിളിക്കുന്നു. എന്നിട്ട് നീ താഴേക്ക് നോക്കാനായിട്ട് പറയാണ്. ഇവളെ നോക്കുമ്പോ അവിടെ ഒരു ക്ലിപ്പുണ്ട്. ഇവളെ നേരത്തെ തന്നെ ഇവനോട് പറഞ്ഞിരുന്നല്ലോ നമ്മളെ ഇനി കാണുമ്പോ പുതിയതൊരെണ്ണം എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന്, അതിവൻ അതുപോലെ തന്നെ പാലിച്ചിട്ടുണ്ട്. അപ്പൊ ഇവളും വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോ ഇവൻ എങ്കിൽ പിന്നെ ഇതും കുത്തിക്കൊണ്ട് വേണം എന്റെ ഗേൾ ഫ്രണ്ട് എന്റെ ശവസംസ്കാരത്തിന് വരാനായിട്ട് എന്ന് പറയുമ്പോ ഇവള് ഞാനെന്തിനാ വരുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവനും അത് മരിച്ച ആൾക്ക് കൊടുക്കുന്ന റെസ്പെക്ട് ആണ് മാഡം എന്ന് പറഞ്ഞ് ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം ഇവനാണെങ്കിൽ ഇവന്റെ സ്ഥലത്ത് എത്തിയിട്ട് ഇവന്റെ അങ്കിളിനെ കോൾ ചെയ്യുന്നു. പക്ഷെ ഇവൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഇയാൾക്ക് വളരെ സന്തോഷമാവാണ്. അതുകൊണ്ട് തന്നെ അങ്കിള് ഈ ഒരു കാര്യം ഞാൻ ഇപ്പൊ തന്നെ അച്ഛനും അമ്മയെ അറിയിക്കാൻ പോവാണ്, അവര് നല്ല വിഷമത്തില്ല, ഇത് കേൾക്കുമ്പോ ഹാപ്പി ആവും, നീ ഓക്കെ അല്ലേ, സേഫ് അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ ഇവനും ഞാൻ പെർഫെക്റ്റ് ഓക്കെ ആണ്, സേഫ് ആണ്, ഞാൻ ഇപ്പോഴൊന്നും മരിക്കില്ല അങ്കിൾ, പിന്നെ ഈ ഒരു കാര്യം അച്ഛനോടും അമ്മയോടൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോ അങ്കിള് അതെന്താ, നിന്റെ അച്ഛനാണെങ്കിൽ നിന്നെ കൊന്നതാരാണെന്ന് അറിയാൻ ഈ ലോകം മൊത്തം ഇളക്കി മറിച്ചോണ്ടിരിക്കുക, ഇത് അറിയിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കുറച്ച് ആശ്വാസവും എന്ന് പറയുമ്പോ ഇവൻ അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്, എന്നെ ഇത്ര വേഗത്തിൽ പറഞ്ഞയക്കാൻ ആർക്കാ ധൃതിയെന്ന് എനിക്കും കൂടെ അറിയണം, അതുകൊണ്ട് ഇത് ആരോടും ഇപ്പൊ പറയണ്ട, പിന്നെ എനിക്കൊരു വ്യക്തിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞിട്ട് ആനിന്റെ കാര്യം ഇയാളോട് പറയാണ്. അപ്പോ അത് കേട്ട് ഈ അങ്കിള് നീ എന്തായി പറയുന്നത്, അത് ആരുടെ മകളാണെന്ന് നീ വിചാരിക്കുന്നത്, അയാൾ ഒരു ഡോൺ ആണ്, നീ അയാളുടെ കയ്യിലൊന്നും പോയി പെട്ടേക്കരുത്, അയാളുടെ മകളുമായിട്ട് ഒരു കോണ്ടാക്റ്റും വേണ്ട, ഞങ്ങൾ പോലും അയാളെ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു വിധത്തിലാണ്, വെറുതെ നീ അയാളുടെ കയ്യിൽ ചെന്ന് പെട്ടേക്കരുത് എന്ന് പറയുമ്പോ ഇവൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്കിൾ, ആ പെൺകുട്ടിയെ കുറിച്ച് ഒന്ന് അന്വേഷിക്കുക എന്ന് പറയുമ്പോ ഇയാളും ശരി എന്ന് പറഞ്ഞിട്ട് അല്ല നീ ഇപ്പോഴും ഈ ചെയ്തിട്ട് നടക്കുന്ന എന്തിനാ, 6 വർഷമായിട്ട് ഒരു പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിച്ച് നടക്കല്ലേ, നിനക്ക് എപ്പോഴും അവളെ കണ്ടെത്താനായില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവൻ അതങ്കിൾ വിട്ടേക്ക്, ഞാൻ ഫോൺ വെക്കാണ്, എനിക്ക് എന്റെ ശവസംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവൻ ഫോൺ വെക്കുന്നു. ആ ഒരു പീച്ച് എന്ന് പറയുന്ന വ്യക്തിയുടേതാണ് ഇവന്റെ കയ്യിലുള്ള ആ ഒരു ചെയിൻ. ഇവൻ ആ ഒരു പെൺകുട്ടിയെ ഒരുപാട് നാളുകളായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ട്, പക്ഷെ കണ്ടെത്താനായിട്ടില്ല, കാരണം എന്താണെന്ന് അറിയില്ല. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവന്റെ അച്ഛനും അമ്മയും ഫാമിലിയും ഫ്രണ്ട്സും എല്ലാം തന്നെ ആ ഒരു ശവസംസ്കാരത്തിനായിട്ട് എത്തിയിരിക്കുകയാണ്. ഓൾറെഡി അവര് ബോഡി അടക്കം ചെയ്തൊക്കെ കഴിഞ്ഞു. ആക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ ഇവന്റെ ഫേസ് പോലും ആർക്കും കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഇവരെല്ലാവരും വളരെ വേദനയിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു ശവസംസ്കാരത്തിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ ആനും ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് വളരെ സുന്ദരിയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. പക്ഷെ ഇവർക്കാർക്കും ഇവളെ അറിയില്ല. ഇവളാണെങ്കിൽ നേരെ വന്ന് ഇവളുടെ പേര് പറഞ്ഞിട്ട് ഞാൻ ഷോയാന്റെ ഗേൾ ഫ്രണ്ട് ആണ് എന്ന് പറയാണ്. അത് കേട്ട് ഇവരെല്ലാം ഷോക്കായി പോകുന്നു, അങ്കിൾ ഉൾപ്പെടെ. കാരണം ഷോയാനായിട്ട് അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്ന കാര്യം പറഞ്ഞിട്ടില്ലല്ലോ, മുന്നേയും അവന് ഒരു ഗേൾ ഫ്രണ്ട് പോലും ഉണ്ടായിട്ടില്ല. സോ ഇവള് നേരെ വന്ന് ഇവന്റെ ആ ഒരു കല്ലറയില് ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട്
ആരാ ഈ ഫോട്ടോ തന്നെ കൊണ്ടുവച്ചത്, ഇതൊട്ടും കൊള്ളില്ല എന്ന് പറയുമ്പോൾ ഇവന്റെ ഫോട്ടോ സംസാരിക്കാൻ എടുത്തു തുടങ്ങുകയാണ്. ഞാൻ ആക്സിഡന്റ് ആയിട്ട് മരിച്ചതല്ലേ മോളെ, പിന്നെ എങ്ങനെ എന്റെ ഫേസ് ഹാൻഡ്സം ആവുന്നത്, അതുകൊണ്ട് അത്ര ഗ്ലാമർ ഒന്നും വരാത്തത്, അതെന്റെ തെറ്റാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവള് അവിടെയുള്ള ക്യാമറ കാണുകയാണ്. പക്ഷെ മറ്റാരും അത് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഷോയാനാണെങ്കിൽ അവന്റെ അങ്കിളിന്റെ ഓഫീസിലിരുന്ന് ആ ഒരു കല്ലറയിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ലൈവായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ തന്നെയാണ് ആ ഒരു സംസാരം ഉൾപ്പെടെ ഇവളെ കേൾപ്പിച്ചു കൊടുക്കുന്നത്. സോ ഇവളാണെങ്കിൽ പെട്ടെന്ന് പേടിക്കുന്ന പോലെ അഭിനയിച്ചിട്ട് ദേ ഷോയാന്റെ ഫോട്ടോ സംസാരിക്കുന്നു, അവൻ എന്നെ മിസ് ചെയ്യുന്നുണ്ട്, അവൻ ഇവിടെ തന്നെയുണ്ട്, അവൻ എന്നോട് സംസാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആർക്കും അത് വിശ്വാസമാവുന്നില്ല. അവർ നോക്കുമ്പോൾ ആ ഫോട്ടോ ചലിക്കുന്നൊന്നുമില്ല. പക്ഷെ ഇവള് പറയുന്നത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് നല്ല വിഷമമാണ്. ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഈ ഒരു പെൺകുട്ടിയെ കളഞ്ഞിട്ടാണല്ലോ അവൻ പോയത് എന്ന് ആലോചിച്ചിട്ട്. അപ്പൊ ഇവള് ഇല്ല, അവൻ പോയിട്ടില്ല, അവൻ എന്നെ ഉപേക്ഷിച്ച് പോകാനാവില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇവള് പേടിച്ചായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വിചാരിച്ച് ഇവളോട് ഇവരെല്ലാം അവിടെ പോയി റെസ്റ്റ് ചെയ്യാനായിട്ട് പറയാണ്. ഇവളും നേരെ വന്ന് ഇവിടെ ഇരുന്നിട്ട് വളരെ പുച്ഛത്തില് ആ ഒരു കണ്ണീരൊക്കെ തുടച്ചുകളയാണ്. അതെല്ലാം തന്നെ ഷോയാൻ കാണുന്നുണ്ട്. സോ ഇവൻ ഞാൻ വിചാരിച്ചതിനേക്കാൾ ക്രേസി ആയിട്ടുള്ളവളാണ് ഇവളെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നീ അവിടെ വെയിറ്റ് ചെയ്യുമ്പോളെ ഞാൻ ഇപ്പൊ തന്നെ നിന്റെ അടുത്തേക്ക് വരാം എന്നാണ് ഇവൻ പറയുന്നത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇവന്റെ അടുത്തേക്ക് അങ്കിള് വന്നിട്ട് നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്, നിന്റെ അച്ഛനും അമ്മയും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് നിനക്ക് കൂട്ടുനിന്നതിന്റെ പേരിൽ എനിക്കും കൂടെ നല്ലത് കേൾക്കും. ആ പെൺകുട്ടി എന്ത് മാത്രമാണ് കിടന്ന് കരയുന്നത് എന്ന് പറയുമ്പോ ഇവൻ ഓ അവളത് വെറും ഷോയ, ആത്മാർത്ഥ കണ്ണുനീരൊന്നുമല്ല, അങ്കിള് പേടിക്കണ്ട എന്ന് പറയുമ്പോ ഇയാള് നീ അവളെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു പെൺകുട്ടി അയാൾക്ക് ഒറ്റ മകളാ, പക്ഷെ ഇവളുടെ ചൈൽഡ്ഹുഡ് ഒക്കെ മിസ്റ്റീരിയസ് ആണ്, ആർക്കും ഒരറിവുമില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മാത്രമാണ് പബ്ലിക്കിന്റെ മുന്നിലോട്ട് ഇവൾ എത്തിയത് എന്ന ഡീറ്റെയിൽസ് ഒക്കെ ഇയാൾ പറയാണ്. എന്നാൽ അപ്പോഴേക്കും ഈ ഒരു സ്ഥലത്തേക്ക് ഈ ജോയും കൂട്ടനും കൂടെ എത്തുകയാണ്. എന്നിട്ട് ആ ഒരു മരിച്ചു കിടക്കുന്ന ബോഡിയുടെയും അയാളുടെ ബന്ധുക്കളുടെയും മുന്നിൽ ചെന്നിട്ട് ഇവളെ തകർത്ത് കിടന്ന് ചിരിച്ചിട്ട് മരിച്ചത് നന്നായിട്ടാ, എന്നെ അങ്ങനെ അപമാനിച്ചിട്ട് നീ ജീവനോടെ ഇരിക്കാന്ന് വിചാരിക്കണ്ട, ആരോടാ നീ കളിച്ചത്, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ, ഇവിടെയും ഞാൻ നിനക്ക് സമാധാനം തരില്ല, അങ്ങനെ നീ സമാധാനത്തോടെ കിടക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇവൾ ആ ഒരു ശവക്കല്ലറ ഫുള്ള് അടിച്ച് നശിപ്പിക്കാനായിട്ട് ഇവളുടെ ആളുകളോട് പറയാണ്. അവരും അത് മൊത്തം അടിച്ചു തകർക്കാണ്. അപ്പോ ഷോയാന്റെ ഫാദർ ആണെങ്കിൽ ഇടയ്ക്കേറി അത് തടഞ്ഞു നീ ആരാ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു പെണ്ണാണെങ്കിൽ അവൾക്ക് അറിയില്ല ഇതാരാണ് എന്ന കാര്യങ്ങളൊന്നും. ഇവളുടെ അച്ഛനെ വരെ വരച്ച വരയിൽ നിർത്തിയ മനുഷ്യനാണ്. പക്ഷെ ഇവൾക്ക് ആ ഒരു കാര്യം അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇന്ന ആളുടെ മകളാണ്, എന്നെ നിങ്ങൾ തൊടാറായില്ല, കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായവർ വരെ എന്റെ അച്ഛനെ കണ്ട ബഹുമാനിക്കും, അതുകൊണ്ട് എന്നെ നിങ്ങൾ തടയാനൊന്നും വരണ്ട എന്ന് പറയുമ്പോ ആൻ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് നീ പൊട്ടിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവൾക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്ന് നീ എന്നെയാണോ പൊട്ടിയെന്ന് വിളിച്ചത് എന്ന് ചോദിച്ച് ഇവളെ തലനായിട്ട് വരികയാണ്. പക്ഷെ ആൻ ആണെങ്കിൽ ഇവൾക്ക് നല്ലത് തിരിച്ചു പൊട്ടിക്കുകയാണ്. ഒന്നും രണ്ടോ നല്ല ഇവൾ ചോദിക്കുന്നതിനനുസരിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇവളുടെ കൂടെയുള്ള ഒരുത്തനാണെങ്കിൽ ജോയെ തല്ലുന്നത് കണ്ട് ആനിനെ തല്ലാനായിട്ട് വരുന്നു. പക്ഷെ വേറെ നിഷ്പ്രയാസം ഇവളാണെങ്കിൽ അയാളുടെ കൈയും കാലും ഒക്കെ പിടിച്ച് തിരിച്ചൊടിച്ച് വലിച്ചെറിയാണ്. ഷോയാന്റെ അച്ഛനും അമ്മയും ഒക്കെ അത് കണ്ട് വളരെ ഷോക്കായി പോവാണ്. ഇത്തിരി മുന്നേ കരഞ്ഞ് നിലവിളിച്ച് ഒരു പാവത്തെ പോലെ നിന്ന പെൺകുട്ടിയാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ജോ ആണെങ്കിൽ വീണ്ടും ഇവളുടെ ആളുകളോട് ആനിനെ തല്ലിക്കൊല്ലാനായിട്ട് പറയാണ്. അവരും അതിനായിട്ട് വരുന്നു. പക്ഷെ അപ്പോഴേക്കും എല്ലാവർക്കും ഉള്ള സർപ്രൈസ് ആയിട്ട് ഷോയാൻ അങ്ങോട്ടേക്ക് വരികയാണ്. ജോയാണ് ഏറ്റവും നല്ലതുപോലെ പേടിക്കുന്നത്. നീ ചത്തില്ലേ, നീ പ്രേതമായിട്ടാണോ വന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ അമ്മയ്ക്കാണെങ്കിൽ വളരെ സന്തോഷമാവുന്നു. എന്നാൽ അച്ഛനാണെങ്കിൽ ഇവൻ എല്ലാരെയും പറ്റിച്ചതാണ് എന്ന് മനസ്സിലാക്കി ഇങ്ങനെ ഒരു തലതിളച്ച സന്തതി ഉണ്ടായല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് അലക്കാണ്. അമ്മാതിരി ചീറ്റിംഗ് ആണല്ലോ ഇവനിപ്പോ എല്ലാവരോടും ചെയ്തത്. പക്ഷെ അമ്മയാണെങ്കിൽ അച്ഛനെ സമാധാനിപ്പിച്ച് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, നമ്മുടെ മകൻ തിരിച്ചു വന്നില്ലേ, അതുപോലെ ഇവ മരിക്കുന്നതാണോ നിങ്ങൾക്ക് ആഗ്രഹം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്കിൾ ആണെങ്കിൽ അയാളുടെ ഓഫീസേഴ്സിനോട് ജോയെയും അവളുടെ ഗ്യാങ്ങിനെയും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട് പറയാണ്. ആ ഒരു സമയത്താണ് ഇതാണ് ഷൻ ഫാമിലിയുടെ യങ് മാസ്റ്റർ ആയിരുന്നു ഷോയാൻ എന്ന കാര്യങ്ങളൊക്കെ ഇവൾ അറിയുന്നത്. അപ്പോഴും ഇവള് നീ കള്ളം പറഞ്ഞതിന് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ, എന്റെ അച്ഛൻ നിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ പറയുമ്പോ ഇവൻ നിന്റെ അച്ഛന് സ്വയം അയാളെ രക്ഷിക്കാനാവുന്നില്ല, പിന്നെയല്ലേ മോളെ സംരക്ഷിക്കുന്നത്, ഓരോന്നിനും ഇറങ്ങി തിരിക്കുമ്പോ ആളും തരമൊക്കെ നോക്കി ഇറങ്ങി തിരിക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവളെയും അവളുടെ ആളുകളെയും അറസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷം ഷൂയാനാണെങ്കിൽ ആനിനോട് ചെന്നിട്ട് നീ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവളെ നോയാണ് പറയുന്നത്. പക്ഷെ ഇവനാണെങ്കിൽ ഇവളെ വലിച്ചെടുത്തോണ്ട് പോയി അച്ഛാ അമ്മ ഇതെന്റെ ഗേൾഫ്രണ്ട് ആണ്, സുന്ദരിയല്ലേ, നല്ല പെരുമാറ്റക്കാരിയാണ്, ശുദ്ധ സ്വഭാവം, വളരെ പാവം പെൺകുട്ടിയാ, ഇതുപോലൊരു പെൺകുട്ടി വേറെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ അച്ഛനും അമ്മയും പരസ്പരം നോക്കുകയാണ്. ഇവര് മുന്നേ കണ്ടതാണല്ലോ ഇവൾ എന്തുമാത്രം പാവം പെൺകുട്ടിയാണെന്ന്. സോ ഇവൻ കണ്ടുപിടിച്ചു വെച്ചേക്കുന്നത് ഇവനേക്കാൾ കുരുത്തം കെട്ട ഒരു പെണ്ണിനെ ആണല്ലോ എന്നാണ് അച്ഛനും അമ്മയും ചിന്തിക്കുന്നത്. സോ ഇവനും ഞങ്ങൾക്ക് ഇനി ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവളെയും കൂട്ടി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇവനാണെങ്കിൽ ഇവളോട് നീ എനിക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു, എന്നെ നന്നാക്കാനായിട്ട് എന്റെ കൂടെ നടന്ന് എന്റെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്ത് എന്റെ അച്ഛനും അമ്മയ്ക്ക് അയച്ചു കൊടുത്തു, കാർ ആക്സിഡന്റ് ആക്കി പക്ഷെ എന്നെ കൊന്നില്ല, ഇപ്പോ എന്നെ ശവസംസ്കാരത്തിന് വന്നും എന്നെ ഹെൽപ്പ് ചെയ്തു, ശരിക്കും നീ ഇതുകൊണ്ടൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്, എന്നോടുള്ള റിവെഞ്ച് ആണോ അതോ നീ എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോ ഇവള് നീ ശരിക്കും ഇവിടെ ആരാ ബോസ് എന്ന കാര്യം മറന്നു, കളി ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം, ഇനി നീ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇവന്റെ കയ്യിൽ പിടിക്കുമ്പോ ആ ഒരു ചെയിൻ കണ്ടിട്ട് ഇവള് ഈസ്റ്റ് നിനക്ക് വലിയ ഇഷ്ടമാണല്ലേ എന്ന് ചോദിച്ചിട്ട് ഇവള് അവിടെ നിന്ന് പോവാണ്. ഇവനും പെട്ടെന്ന് അത് കേട്ട് ഒന്നും മിണ്ടാതെ ആ ഒരു ചെയിന്റെ ഫ്ലാഷ് ബാക്ക് ആലോചിക്കാണ്. 6 വർഷങ്ങൾക്ക് മുന്നേ ഒരു രാത്രി ഇവൻ കുറച്ച് ഗുണ്ടകളുടെ അടുത്ത് പെട്ടുപോവാണ്. ആ ഗുണ്ടകള് മറ്റാരുമല്ല ആനിന്റെ അച്ഛൻ ഐഷത് തന്നെയാണ്. 6 വർഷങ്ങൾക്ക് മുന്നേ അതിന്റെ റീസൺ എന്താണെന്ന് അറിയില്ല. സോ അവരുടെ മുന്നിൽ ഇവൻ
പെട്ടുപോയിരിക്കാണ്. ഇവൻ മാക്സിമം ഫൈറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് ഇവന് രക്ഷപ്പെടാനായിട്ടുണ്ടായിരുന്നില്ല. മരണത്തെ ഇവൻ മുഖാമുഖം കണ്ട ഒരു സന്ദർഭമായിരുന്നു അത്. പക്ഷെ കറക്റ്റ് അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി വന്ന് ഈ ഒരു ഗുണ്ടകളെ എല്ലാം തന്നെ അടിച്ചൊതുക്കാണ്. അവളുടെ ആ ഒരു ഹെൽപ്പ് കൊണ്ടാണ് ഇവന് അന്ന് രക്ഷപ്പെടാനായത്. ആ ഒരു പെൺകുട്ടി പക്ഷെ മറ്റാരുമല്ല, ആൻ തന്നെയാണ്. അവളുടെ അച്ഛന്റെ ഗുണ്ടകളിൽ നിന്ന് ഇവനെ രക്ഷപ്പെടുത്തിയത് ഇവള് തന്നെയാണ്. പക്ഷെ ഇവൻ ഇവളുടെ ഫേസ് ഒന്നും നേരെ ചൊവ്വേ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇവളോട് ഇവൻ താങ്ക്സ് പറഞ്ഞിട്ട് പേര് ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ ഞാൻ പൈസ എന്തെങ്കിലും തരാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇവളാണെങ്കിൽ പൈസ ഒന്നും വേണ്ട, എന്നെ പീച്ചെന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവള് പോവാണ്. പക്ഷെ ഇവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെയിൻ ആണെങ്കിൽ ആ ഒരു ഫൈറ്റിനിടയിൽ ഊരി താഴെ വീണിരുന്നു. അത് ഇവന് കിട്ടാണ്. അതാണ് ഇവൻ ഇന്നും കീപ്പ് ചെയ്യുന്നത്. അവളെ ഇവൻ പിന്നീട് ഒരുപാട് അന്വേഷിച്ച് നടന്നിരുന്നു. പക്ഷെ അവളുടെ യഥാർത്ഥ നെയിം പോലും ഇവൻ അറിയില്ല. അതുകൊണ്ട് തന്നെ അവളെ കണ്ടെത്താനായിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നാളും ഇവൻ ഈ ഒരു ചെയിൻ സൂക്ഷിച്ചുകൊണ്ട് നടന്നിരുന്നത്. പക്ഷെ ഇവൻ അറിയില്ല ആനാണ് അന്ന് ഇവനെ രക്ഷിച്ചത് എന്ന കാര്യം. എന്നാൽ ഇവൾക്കറിയാം ഇവളാണ് അന്ന് ഇവനെ ഹെൽപ്പ് ചെയ്തത് എന്ന കാര്യം. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോൾ ഈ ഒരു അങ്കിൾ ആണെങ്കിൽ ഇവനെ കൊല്ലാനായിട്ട് ശ്രമിച്ച ആ ഒരു വ്യക്തി മറ്റാരും അല്ല, ആനിന്റെ ഫാദർ ആണ് എന്ന കാര്യം കണ്ടെത്തിയിരിക്കുകയാണ്. അയാൾ ആ ഒരു ഫ്യൂണറൽ നടക്കുന്ന സ്ഥലത്തും ആളുകളെ സ്പൈ ആയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. സോ അങ്കിൾ ഇവനോട് നീ എന്തായാലും വിഷമിക്കേണ്ട, ഇതെനിക്ക് വിട്ടേക്ക്, ഞാൻ എന്തായാലും എന്റെ മരുമകനെ തൊടാൻ ആരെയും അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ഷൂയാൻ കഥയുടെ പോക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അല്ല, അവളെ കുറിച്ച് വേറെ എന്തെങ്കിലും കണ്ടെത്താനായോ എന്ന് ചോദിക്കുമ്പോൾ അങ്കിള് ആ ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. 15 വയസ്സ് വരെ ആൻ അവളുടെ അച്ഛനോടൊപ്പം പോലും ഉണ്ടായിരുന്നില്ല. 6 വർഷം മുന്നെയാണ് അയാൾ അവളെ തിരിച്ചുകൊണ്ട് വന്നത് എന്ന് പറയുമ്പോൾ ഇവന് ആ ഒരു 6 വർഷം എന്ന് കേൾക്കുമ്പോൾ അതൊരു കോയിൻസിഡൻസ് ആയിട്ട് ഫീൽ ആവുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്കിളിനോട് ഇനി അവളെ കുറിച്ച് ഒന്നും അന്വേഷിക്കണ്ട, ഞാൻ തന്നെ ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇവളുടെ അച്ഛനാണെങ്കിൽ കുറച്ച് ദേഷ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവളോട് അല്ല എന്തൊക്കെയാണ് നടക്കുന്നത്, നീ എന്തിനാ അവിടെ പോയത്, അവ മരിച്ചതല്ലേ, പിന്നെ എങ്ങനെയാ തിരിച്ചു വന്നത്, എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയല്ലേ പോയിക്കൊണ്ടിരുന്നത്, പിന്നെ എങ്ങനെയാ ഇതൊക്കെ സംഭവിച്ചത്, നിന്നെ അവൻ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് എന്തിനായിരുന്നു, എന്താ ഇതിനൊക്കെ അർത്ഥം എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഡെത്ത് ഫേക്ക് ആണ്, അതുപോലെ ശവസംസ്കാരവും ഫേക്ക് ആണ്, പക്ഷേ അവൻ ഞാൻ ഗേൾ ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞത് റിയൽ ആണ് എന്ന് പറയുമ്പോൾ ഇയാൾക്ക് നല്ല ദേഷ്യം വരെയാണ്. ഇയാള് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും ഇവള് ഷൂയാൻ എന്റെ ബോയ് ഫ്രണ്ട് തന്നെയാണ് എന്ന് തറപ്പിച്ച് പറയാണ്. അപ്പൊ ഇയാള് വളരെ ദേഷ്യത്തില്ല, നീ എന്തൊക്കെയാ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ, അവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അവന്റെ അങ്കിള് ഏത് റാങ്കിലുള്ള വ്യക്തിയാണെന്ന് അറിയാമോ, നമുക്ക് അവരുടെ ഫാമിലി ആയിട്ട് ഒരിക്കലും ടൈപ്പ് ഉണ്ടാവില്ല, അവിടെ ചെന്ന് പെട്ടാല് ഒരിക്കലും തിരിച്ചു വരാനോ ആവില്ല, എനിക്ക് നീ ഓരോ ഒരു മകളാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക്, അവനുമായിട്ട് അകന്ന് നിൽക്കുന്നതാണ് നല്ലത്, അവൻ നിന്നെ ചതിക്കാനാണ് കൂടെ കൂട്ടിയിരിക്കുന്നത്, നീ അവനുമായിട്ട് അകലം പാലിച്ചില്ലെങ്കിൽ എനിക്ക് മറ്റു പല കാര്യങ്ങളും അവനെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ ഇവള് ഒരു പാവം ക്യാരക്ടറൊക്കെ മാറ്റിയിട്ട് ഇയാളോട് ഞാൻ എന്റെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള തീരുമാനം അറിയിച്ചു കഴിഞ്ഞു, അതിലിനി ഒരു മാറ്റം ഉണ്ടാവില്ല, പിന്നെ അവൻ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അച്ഛനായാലും അച്ഛന്റെ ആളുകളായാലും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഇവളെ എഴുന്നേറ്റ് പോവാണ്. ഇയാളാണെങ്കിൽ അതൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് ഷോക്കായി പോവാണ്. അവള് ഫസ്റ്റ് ടൈം ആണല്ലോ ഇങ്ങനെ പ്രതികരിക്കുന്നത്. അതിനുശേഷം ഇവളാണെങ്കിൽ കുളിച്ചിട്ടൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് കറക്റ്റ് ഇവളുടെ മുന്നിലേക്ക് ഷോയാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോ ഇവളാണെങ്കിൽ ഇവനെ കണ്ട് വലിയ സർപ്രൈസ് ഒന്നും ആവുന്നില്ല. ഇവനോട് ക്ഷണിക്കപ്പെടാതെ ആണല്ലോ എത്തിയിരിക്കുന്നത്, എന്റെ വീട്ടിലെ സെക്യൂരിറ്റീസ് ഒക്കെ അത്ര സ്ട്രോങ് അല്ലെന്നാണോ നീ വിചാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ നമ്മൾ തമ്മിൽ സംസാരിക്കാനുള്ളത് നമ്മളല്ലേ പറഞ്ഞു തീർക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് എന്നോട് ലാസ്റ്റ് പറഞ്ഞു തീർക്കാൻ വന്നവന് എന്താ സംഭവിച്ചത് നിനക്ക് അറിയോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും അറിയാം, ഒന്നെങ്കിൽ അവനെ നീ മണ്ണിനടിയിലാക്കി കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും തുറമുഖത്ത് വലിച്ചെറിഞ്ഞ് കാണും, അതല്ലേ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് എങ്കിൽ പിന്നെ നീയും ഒന്ന് ധൈര്യം ഉണ്ടെങ്കിൽ തൊട്ട് നോക്ക് എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ പെട്ടെന്ന് ഇവളെയും കൊണ്ട് ബെഡിലേക്ക് വീഴാണ്. എന്നിട്ട് നീ എന്തായാലും എന്നെ അങ്ങനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഞാൻ ഡിഫറെന്റ് അല്ലേ, ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ എന്ന് ചോദിച്ച് ഇവളെ കിസ് ചെയ്യുന്നത് പോലെ കാണിക്കുന്നു. പക്ഷെ ഇവനാണെങ്കിൽ അവളെ തൊടുന്ന പോലുമില്ല. എന്നാൽ ഇവളാണെങ്കിൽ പെട്ടെന്ന് ഇവനെ പിടിച്ച് കിസ് ചെയ്യാണ്. ഇവന് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നു. എന്നിട്ട് ഇവളോട് നീ വീണ്ടും വീണ്ടും എന്നെ പ്രൊവോക്ക് ചെയ്യുന്ന സ്ഥിതിക്ക് എന്താ നിനക്കെന്നോട് ക്രഷ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് നീ അങ്ങനെ സ്വയം പൊങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവാണ്. അപ്പോ ഇവനാണെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് നിന്നോട് ഒരു കാര്യം ചോദിക്കാം, 6 വർഷം മുന്നേ നീ അല്ലേ എന്നെ കുറച്ച് ആളുകളിൽ നിന്ന് ക്യോട്ടോ സിറ്റിയിൽ വെച്ച് രക്ഷപ്പെടുത്തിയത്, അത് നീ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അല്ല, ഞാൻ നിന്നെ ഈ അടുത്തല്ലേ കണ്ടുമുട്ടിയത്, അതിനു മുന്നേ ഞാൻ ഈ വീട് വിട്ടുപോലും പുറത്തേക്ക് പോയിട്ടില്ല, എന്റെ അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആണ് എന്ന് പറയുമ്പോൾ ഇവൻ ഇവളുടെ അടുത്തേക്ക് വന്ന് പക്ഷേ നീ അവളെ പോലെ തന്നെ ഉണ്ട്, അതേ ഹാർഡായിട്ടുള്ള സ്വഭാവം, പക്ഷേ നിന്റെ പേര് ആൻ, അവളുടെ പേര് പീഷ്, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, അവള് ഇത് അവിടെ ഉപേക്ഷിച്ച് പോയതാണ് എന്ന് പറഞ്ഞ് ഇവന്റെ കയ്യിലുള്ള ആ ഒരു ചെയിൻ എടുത്ത് കാണിക്കുമ്പോൾ ഇവള് ഒന്നും അറിയാത്ത പോലെ എന്റെ കയ്യില് പീച്ചിന്റെ ഹെയർ പിൻ ഉണ്ടാവാം, പല സാധനങ്ങളുണ്ടാവാം, നിന്റെ കയ്യില് പീച്ചിന്റെ ബ്രേസ്ലെറ്റ് ഉണ്ടാവാം, നീ അതുമായിട്ട് വളരെ ആഴത്തിലുള്ള പ്രണയത്തിലാണെന്ന് തോന്നുന്നല്ലോ, എന്തായാലും നീ ഉദ്ദേശിക്കുന്ന വ്യക്തി ഞാനല്ല എന്ന് പറഞ്ഞ് ഇവള് പോകാൻ തുടങ്ങുമ്പോൾ ഇവൻ ഇവളോട് ഇവളെന്തോ മറക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഇവളെ പിടിച്ചു നിർത്തി അടുത്തേക്ക് വരുന്നു. പക്ഷെ അപ്പോഴേക്കും ഇവൻ അകത്തുണ്ട് എന്നറിഞ്ഞ് ആനിന്റെ അച്ഛൻ ആളുകളെയും കൂട്ടി എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇവര് രണ്ടുപേരും പേടിക്കുന്നില്ല. അച്ഛനാണെങ്കിലും നല്ല ദേഷ്യമെന്ന് ഇവന്റെ കൈയും കാലും തല്ലി ഒടിച്ച് വല്ല പട്ടിക്ക് എറിഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോൾ അയാളുടെ ആളുകളും ഇവനെ ഇടിക്കാനൊക്കെ ആയിട്ട് വരുന്നു. പക്ഷെ അവരെല്ലാം ഇവൻ അടിച്ചൊതുക്കാണ്. എന്നിട്ട് ഇയാളോട് എന്റെ അങ്കിളിന് മരുമകനെ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ വീണ്ടും ഇവനെ തല്ലാനായിട്ട് ആളെ പറഞ്ഞു വിടാണ്. പക്ഷെ ആൻ ആണെങ്കിൽ ഇടയ്ക്ക് കയറിയിട്ട്
നിങ്ങൾ എന്റെ കാര്യത്തിൽ ഇടപെടണ്ട, ഇതെന്റെ ബോയ് ഫ്രണ്ട് ആണ്, നിങ്ങൾക്ക് ഇവനെ കൊല്ലണമെങ്കിൽ ആദ്യം എന്നെ കൊല്ലണം എന്ന് പറയുമ്പോൾ ഇയാള് അത് കേട്ട് വളരെ ദേഷ്യത്തിലും സങ്കടത്തിലും എവിടെയോ കിടന്ന് ഒരുത്തിന് വേണ്ടിയിട്ടാണോ നീ സ്വന്തം അച്ഛനെ തള്ളി പറയുന്നത്, ശരി ആയിക്കോട്ടെ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോ ഇവളോട് ഷോയാൻ, നിന്റെ അച്ഛനെ വരെ എനിക്ക് വേണ്ടി വെറുപ്പിച്ച സ്ഥിതിക്ക് ഒരു കാര്യം എനിക്ക് ഉറപ്പായി, നമ്മളെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആയിട്ട് ഒഫീഷ്യലി കൺഫേം ആയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവനെ പിടിച്ച് തള്ളിയിട്ട്, നീ കയറി എങ്ങോട്ടായി പോകുന്നത്, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്തത് നിന്നോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല, നമ്മുടെ ഗെയിം ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഞാൻ നിന്നെ അത്ര പെട്ടെന്നൊന്നും വെറുതെ വിടുന്ന് വിചാരിക്കണ്ട എന്ന് പറയുമ്പോൾ ഇവൻ വീണ്ടും ഇവളോട് നീ അല്ലേ പീച്ച് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവളാണെങ്കിൽ അല്ല എന്ന് ഇവനോട് തീർത്തു പറയാണ്, നിന്റെ പീച്ച് ചിലപ്പോ ഒരുപക്ഷെ മരിച്ചിട്ടുണ്ടാവും, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ ഇവൻ, ശരി നീ സമ്മതിക്കണ്ട, പക്ഷെ ഇതെവിടം വരെ പോകുന്നു നമുക്ക് നോക്കാം, അവസാനം ആര് ജയിക്കുമെന്ന് നോക്കാം, അവസാനം വരെ ഞാൻ എന്തായാലും ഈ ഗെയിം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവനോട് നിന്ന് പോവാണ്. എന്നാൽ ഇവിടെ ഇവളുടെ അച്ഛനാണെങ്കിൽ നല്ല ദേഷ്യത്തിലായിരിക്കാണ്. ഷോയാന്റെ ഫാമിലിയും ഇയാളുമായിട്ട് അത്ര നല്ല ചർച്ചയിലൊന്നും അല്ല, അതുകൊണ്ട് തന്നെ ഇത് മറ്റാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടായിരിക്കും ഇയാൾക്ക്. അതുകൊണ്ട് തന്നെ ഇയാളെ മരിച്ചുപോയ ഇയാളുടെ വൈഫിന്റെ ഫോട്ടോ നോക്കിയിട്ട് ഇതെവിടെയും അവസാനിച്ചിട്ടില്ല, ഞാൻ എന്തായാലും നമ്മുടെ മകളെ അവനുമായിട്ട് ഒരിക്കലും ഒന്നിക്കാൻ അനുവദിക്കില്ല, എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഞാൻ അവനെ കൊന്നിരിക്കും എന്ന് ഇയാൾ പറയാണ്. അതുകൊണ്ട് തന്നെ ഇയാള് ഇപ്പോ ആരോ വിളിച്ചിട്ട് ജോ ഇപ്പോ ജയിലിലാണല്ലോ അവളെ പുറത്തിറക്കാനായിട്ട് പറയാണ്. അവൾക്കാണല്ലോ ഷോയാനോട് നല്ല വൈരാഗ്യമുള്ളത്, സോ ലീഗൽ പ്രൊസീജിയർ ഒക്കെ താൻ നോക്കിക്കൊള്ളാം, അവളെ പുറത്തിറക്കി തരാനായിട്ട് പറയാണ്. ആനിന്റെ ഫാദർ ഇപ്പോ ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ജോയും ഇപ്പോ പുറത്തിറങ്ങിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇവളെ പുറത്തിറക്കിയ ആളോട് തന്നെ ഇവൾക്ക് നന്ദി ഉണ്ടാവുമല്ലോ, അയാളുടെ ആളുകൾ തന്നെയാണ് ഇവളെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോ ഇവിടെ ഷോയാനാണെങ്കിൽ അങ്കിളിനെ വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും അങ്കിൾ അവളെ പറ്റി അന്വേഷിച്ചായിരുന്നോ, അവൾ തന്നെ ആയിരിക്കോ പീച്ച് എന്ന് ചോദിക്കുമ്പോൾ ഇയാള്, ഞാൻ നിന്നെ കൊണ്ട് തോറ്റു, എനിക്ക് അറിയാവുന്നതല്ല, ഞാൻ പറഞ്ഞതല്ലേ, എത്രാമത്തെ തവണ ഇത് ചോദിക്കുന്നത് എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഇവന്റെ അച്ഛനും അമ്മയും അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. ഇവൻ അന്ന് ഗേൾഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആ ഒരു പെൺകുട്ടി ഇവരുടെ ഒരു ശത്രുവിന്റെ മകളാണ്, ഏറ്റവും ഡേഞ്ചർ പിടിച്ച ഒരു ഫാമിലിയിലെ പെൺകുട്ടിയാണ് എന്ന കാര്യം ഇപ്പോഴാണ് ഇവന്റെ പാരന്റ്സ് അറിഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവനോട്, നീ പാവം പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് ഡ്രാഗൺ സൊസൈറ്റിയുടെ മിസ്ട്രസിനെയാണോ, നിനക്ക് പ്രേമിക്കാൻ വേറെ ഒരു പെണ്ണിനെയും കിട്ടിയില്ലേ, അവളെ വിട്ടേക്ക് എന്ന് പറയുമ്പോൾ ഇവൻ, അവള് ഇപ്പോ എന്റെ ഗേൾഫ്രണ്ട് ഒന്നുമല്ല, പക്ഷെ ഉടനെ തന്നെ ആവും എന്ന് പറയുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് നല്ല ദേഷ്യം വരാണ്. സോ അച്ഛൻ, അവളുടെ അച്ഛനാ നിന്നെ കൊല്ലാൻ ആളെ വിട്ടത്, എന്നിട്ട് നീ അവളെ പ്രൊട്ടക്ട് ചെയ്യണോ, നീ തേടി നടക്കുന്ന പെൺകുട്ടി അവളായിരിക്കില്ല, അവളെ വിട്ടേക്ക് എന്ന് പറയുമ്പോൾ ഇവൻ, അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, അത് ഞാൻ തന്നെ തീരുമാനിച്ചോളാം എന്ന് പറയുമ്പോൾ അച്ഛനും, ശരി ആയിക്കോട്ടെ, നീ എന്താന്ന് വെച്ചാൽ ആയിക്കോ, പക്ഷെ ഇനി നീ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു മെമ്പറായിട്ട് ഉണ്ടാവില്ല, ഞങ്ങൾ ഇത് തിരക്കി വരണ്ട എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഇവന് ഒരു കോള് വരികയാണ്. ജോയ് ആണെങ്കിൽ ഇവന്റെ ബാറിലെത്തി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം അവിടുത്തെ ആളുകൾ ഇവനെ വിളിച്ച് അറിയിക്കുകയാണ്. സോ അതറിഞ്ഞ് ഇവൻ പെട്ടെന്ന് തന്നെ ആ ഒരു ബാറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവളാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനെ എല്ലാം തന്നെ നല്ല രീതിയിൽ ഉപദ്രവിച്ചേക്കാണ്. അതുപോലെ തന്നെ അവിടുത്തെ എല്ലാം അടിച്ചു നശിപ്പിക്കുകയാണ് ഇവളും ഇവളുടെ ആളുകളും. ഷോയാനെ ഇവിടെ വരുത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. സോ ഇവനും ഇവളെ നല്ല രീതിയിൽ വെൽക്കം ചെയ്ത്, തമ്പരാട്ടി എപ്പോഴാണ് ഇറങ്ങിയത്, നീ ഇത്രയും വേണ്ടപ്പെട്ട വ്യക്തിയായിരിക്കുന്നു ഞാൻ അറിഞ്ഞില്ല, ഷൻ ഫാമിലിയുടെ കണ്ണു വിട്ടിച്ച് ഏത് മാസ്റ്ററാണ് നിന്നെ പുറത്തിറക്കിയത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കാണ്. ഇവള് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ആനിന്റെ ഫാദറിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇയാളാണെങ്കിൽ ഒരിക്കലും നീ എന്നെ കണ്ട കാര്യമോ ഞാനാണ് നിന്നെ പുറത്തിറക്കിയതെന്നോ ഓർമ്മിക്കുക പോലും ചെയ്യരുത്, അവൻ ജീവനോട് ഇരിക്കുന്നതും ഇരിക്കാത്തതും ഒക്കെ നിന്റെ കയ്യിലാണുള്ളത്, എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കാണ് എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. സോ ഇവളാണെങ്കിൽ ആ ഒരു കാര്യങ്ങളൊന്നും ഇവനോട് പറയാതെ അവിടുത്തെ ഒരു സ്റ്റാഫിനെ പിടിച്ച് കഴുത്തിൽ കത്തി വെച്ചിട്ട്, ഇനി ഒരു സ്റ്റെപ്പ് നീ മുന്നിലോട്ട് അനങ്ങരുത്, അനങ്ങിയാല് നിന്റെ പ്രിയപ്പെട്ട സ്റ്റാഫിനെ ഞാൻ ഇല്ലാതാക്കും, അത് വേണ്ടെങ്കിൽ ഒരു ഗെയിമിന് നീ തയ്യാറാണോ, അതിന് ധൈര്യം ഉണ്ടോ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ, എന്ത് ഗെയിം, നിനക്ക് എന്താ കളിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഇപ്പൊ ഇവനെയും കൂട്ടിക്കൊണ്ട് ആ ഒരു ഗെയിമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവളുടെ കയ്യിലുള്ള ഒരു ബോട്ടിൽ സ്പിൻ ചെയ്ത് അത് ഇവന്റെ നേർക്കാണ് വരുന്നതെങ്കിൽ ഇവന്റെ വിരലുകൾ ഇവളെടുക്കും. സോ അതിന് ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടല്ലോ, സമ്മതിച്ചു, പക്ഷെ അത് നിന്റെ നേർക്കാണ് വരുന്നതെങ്കിൽ നീ പിന്നെ എന്റെ കയ്യിലിരിക്കും എന്ന് പറയുമ്പോൾ ഇവളൊന്ന് പേടിക്കാണ്. ഇവന്റെ ആളുകളാണെങ്കിൽ ഇവനോട് ഇത് വേണ്ട സോ ഡേഞ്ചർ ആണ് എന്ന് പറയുന്നു, പക്ഷെ ഷോയാൻ ആണെങ്കിൽ ആ ഒരു ഗെയിമിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവളും ആ ഒരു ബോട്ടിൽ സ്പിൻ ചെയ്യുന്നു, കറക്റ്റ് അത് ഇവന്റെ നേർക്കാണ് വന്ന് നിൽക്കുന്നത്. സോ ഇവര് ബെറ്റ് വെച്ചതുപോലെ തന്നെ ഇവളും ഇവളുടെ ആളുകളോട് ഇവന്റെ വിരലുകൾ എടുക്കാനായിട്ട് പറയാണ്. ഷോയാനും അവന്റെ വിരലുകൾ കട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന പോലെ വരുന്നു, പക്ഷെ എഴുന്നേറ്റ് ഇവർക്ക് നല്ലത് കൊടുക്കാണ്. അപ്പൊ ഇവളാണെങ്കിൽ, നീ സമ്മതിച്ച കാര്യം തന്നെയല്ലേ നടക്കുന്നത്, നീ സമ്മതിച്ചിട്ടല്ലേ ഗെയിം സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പൊ നീ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ, നിന്റെ ചീറ്റിങ് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവള് ഒന്ന് പതറിയിട്ട്, നീ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ഇവൻ, ഞാൻ മനസ്സിലാക്കി തരാം, നീ ഈ ബോട്ടിൽ എന്തോ ലൂബ്രിക്കന്റ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ ഫോഴ്സ് ചെയ്യുന്നതിനനുസരിച്ച് നീ ഉദ്ദേശിക്കുന്ന ദിശയിൽ ഈ ബോട്ടിൽ വന്ന് നിൽക്കും, അതല്ല ഇപ്പൊ ഇവിടെ നടന്നത്, ഇതൊക്കെ ഞാൻ എന്റെ 8ാമത്തെ വയസ്സിൽ വിട്ട കളിയാ, നീ ഇപ്പോഴും ഇതുകൊണ്ടാണോ ഇരിക്കുന്നത് എന്ന് ചോദിച്ച് ഇവൻ ആ ഒരു ബോട്ടിൽ എറിഞ്ഞു പൊട്ടിക്കാണ്. എന്നിട്ട് വേറൊരു ബോട്ടിൽ എടുത്തിട്ട് യഥാർത്ഥ ഗെയിം ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവൻ ആ ഒരു ബോട്ടിൽ എടുത്ത് സ്പിൻ ചെയ്യാണ്. അത് കറക്റ്റ് വന്ന് നിൽക്കുന്നത് ഇവളുടെ നേർക്കാണ്. ഇവളെ നന്നായിട്ട് പേടിക്കുന്നു. ഷോയാനും ഇവളെ പേടിപ്പിക്കാനായിട്ട് കത്തിയെടുക്കാണ്. ബെറ്റ് തന്നെയല്ലേ, അത് വെച്ചത് നീയും എന്ന് പറഞ്ഞ് ഇവൻ ദേഷ്യപ്പെടുമ്പോ ഇവളാണെങ്കിൽ ഇവളുടെ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാക്കി ഇവന്റെ കാല് പിടിക്കാനായിട്ട് തുടങ്ങാണ്. എന്നെ വിട്ടേക്ക്, എനിക്കിത് അറിയാതെ പറ്റിപ്പോയതാ,
എന്റെ പിറകിൽ ഒരാളുണ്ട്, അയാൾ പറഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ചെയ്തത്. നിനക്കത് ആരാണെന്ന് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്ന് പറയുമ്പോ ഇവനും അതാരാ, നിന്നെ പോലെ ഒരുത്തിയുടെ പിറകില് ആര് വരാനാ എന്ന് പറഞ്ഞിട്ട് ഇവളെ കുത്തുന്നത് പോലെ വരുന്നു. പക്ഷെ കറക്റ്റ് സമയത്ത് ആൻ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ഇവനോട് ഈ വയലൻസ് ഒരു പ്രശ്നവും സോൾവ് ചെയ്യില്ല എന്ന് പറയുമ്പോ ഇവനും പിന്നെ എന്താ വേണ്ടത് മാഡം, നീ തന്നെ പറഞ്ഞാട്ടെ, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഇതെനിക്ക് വിട്ടേക്ക്, ഇവള് കുറച്ച് തവണകളായിട്ട് ഇതിന്റെ ഇടയ്ക്ക് വരുന്നുണ്ടല്ലോ, ഞാൻ തന്നെ ഇത് ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറയുമ്പോ ഇവനും ആ ഒരു കാര്യം ഇവൾക്ക് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞിട്ട് അല്ല നീ ഇവളുടെ അടുത്ത് എന്ത് ചോദിക്കാനാ പോകുന്നത്, നിന്റെ അച്ഛൻ തന്നെയല്ല ഇവളെ പറഞ്ഞയച്ചത്, ഇവളുടെ വായിന്ന് നിന്റെ അച്ഛന്റെ പേര് കേൾക്കാനാണോ നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ആൻ ആണെങ്കിൽ എന്റെ അച്ഛൻ എങ്ങനെ ഇതിനിടയ്ക്ക് വരുന്നത്, എന്റെ അച്ഛൻ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യില്ല എന്ന് പറയുമ്പോ ഇവനാണെങ്കിൽ ചിരിച്ചിട്ട് ഇവളെ തൂക്കിയെടുത്തിട്ട് അവിടുത്തെ മാനേജറിനോട് ജോയെയും അവളുടെ ആളുകളെയും പാഴ്സലാക്കി ആനിന്റെ അച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് ആനിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവളെയും കൂട്ടി പുറത്തു വന്നിരിക്കുകയാണ്. എന്നിട്ട് ഇവളോട് നിന്റെ അച്ഛന്റെ കയ്യിലുള്ള അതേ കത്തിയാണ് ജോയുടെ കയ്യിലുണ്ടായിരുന്നത്, ആ കത്തി ഏതാണെന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം എന്ന് പറയുമ്പോ ഇവള് എന്റെ അച്ഛൻ നിന്നെ കൊല്ലാൻ നോക്കിയതിന് നീ എന്നെ കൊല്ലാൻ നോക്കുവാണോ, അതിനാണോ കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ എന്നെ ആര് കൊല്ലാൻ നോക്കിയാലും എനിക്ക് ഒരു പ്രശ്നമില്ല, എനിക്ക് നിന്നെ കുറിച്ച് മാത്രമേ കെയർ ചെയ്യേണ്ട കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് ഇവളെ പിടിച്ചിട്ട് നീ ശരിക്കും പീച്ചല്ലേ, നീ അല്ലേ അന്ന് എന്നെ രക്ഷപ്പെടുത്തിയത്, എനിക്കൊരു ലൈഫ് തന്നത്, ഈ ബ്രേസ്ലെറ്റ് നിന്റേതല്ലേ എന്ന് വീണ്ടും ചോദിക്കാണ്. അപ്പോ ഇവള് 6 വർഷമായി എന്നിട്ടും നിനക്കുള്ള പാഠം എന്താണെന്ന് ഇതുവരെ നിനക്ക് മനസ്സിലാക്കാനായില്ലേ എന്നാണ് ഇവള് ചോദിക്കുന്നത്. അതായത് ഇവള് അന്ന് ഇവനെ രക്ഷപ്പെടുത്തിയിട്ട് വിചാരിച്ചിരുന്നത് ഇവൻ പിന്നീട് വേറെ പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടില്ല എന്നായിരുന്നു. പക്ഷെ ഇവനാണെങ്കിൽ വീണ്ടും ഒരു തല്ലിപ്പൊളി ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇവനെ നേരെയാക്കാൻ വേണ്ടി ഇവൻ കാണിക്കുന്ന എല്ലാ കുരുത്തക്കേടുകളും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവന്റെ പാരന്റ്സിന് അയച്ചു കൊടുത്തോണ്ടിരുന്നത്. അപ്പോ ഇവളിപ്പോ ഇതിങ്ങനെ പറയുന്നത് കേട്ട് ഇവൻ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നീ തന്നെ ആയിരുന്നു അതെന്ന്, ഇപ്പോഴെങ്കിലും നീ സമ്മതിച്ചല്ലോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഞാൻ അന്ന് നിന്നെ രക്ഷപ്പെടുത്തിയെങ്കിൽ അന്ന് ഞാൻ കാരണം കൂടിയല്ലേ എന്റെ അച്ഛൻ നിന്നെ കൊല്ലാൻ നോക്കുന്നത്, അതുകൊണ്ട് ഞാനത്ര നല്ല വ്യക്തിയൊന്നും അല്ല എന്ന് പറയുമ്പോ ഇവൻ പെട്ടെന്ന് ഇവളെ കിസ് ചെയ്യാണ്. പക്ഷെ ഇവളാണെങ്കിൽ ഇവനെ പിടിച്ചു മാറ്റിയിട്ട് എനിക്ക് നീ പറയുന്ന പീച്ച് ആരാണെന്ന് അറിയില്ല, നീ ഉദ്ദേശിക്കുന്ന വ്യക്തി ഞാനല്ല എന്ന് പറയുമ്പോ ഇവൻ വീണ്ടും ഇവളെ കിസ് ചെയ്തിട്ട് നീ പീച്ചാണെന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ, വേറൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല, ഇനി മുതൽ നമ്മുടെ ഗെയിമിന്റെ റൂൾ സെറ്റ് ചെയ്യുന്നത് ഞാനായിരിക്കും എന്ന് പറയുമ്പോ ഇവളെ എതിർപ്പൊന്നും പറയുന്നില്ല, ഒന്നും മിണ്ടാവും നിൽക്കാണ്. ഇവൾക്ക് ഇവനെ ഒരുപാട് നാളുകളായിട്ട് ഇഷ്ടം തന്നെയാണ്. അതിനുശേഷം ഇവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത് ഇവനാണ്. എന്നിട്ട് ഇവളോട് നീ ഇപ്പോഴാണെങ്കിലും പീച്ചാണെന്ന് ഒന്ന് സമ്മതിക്കോ, എന്നെ നീ 6 വർഷമായിട്ട് ഇഷ്ടപ്പെടുന്നില്ലേ, നീ എന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ 6 വർഷം മുന്നേ എന്നെ രക്ഷപ്പെടുത്തിയത് എന്ന് ചോദിക്കുമ്പോ ഇവള് ഏതെങ്കിലും വേട്ടക്കാരൻ തന്റെ ഇരയോ ആയിട്ട് പ്രണയത്തിലായത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോ ഇവനാണെങ്കിൽ നീ ഓൾറെഡി സമ്മതിച്ച കാര്യമാണല്ലോ നീ എന്റെ ഗേൾഫ്രണ്ട് ആണെന്ന്, അതുകൊണ്ട് നീ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ല എന്നാണ് ഇവൻ പറയുന്നത്. അങ്ങനെ ഇവള് തിരിച്ച് അച്ഛന്റെ അടുത്തേക്ക് വന്നിട്ട് ഷോയാനെ കൊല്ലാനായിട്ട് ആളെ ഏർപ്പാട് ചെയ്തത് അച്ഛനാണല്ലേ, അച്ഛന്റെ കത്തിയും കൊടുത്താണല്ലേ വിട്ടത് എന്ന് ചോദിക്കുമ്പോ ഇയാളെ സമ്മതിക്കുന്നില്ല. നീ എന്തൊക്കെയാ മോളെ പറയുന്നത്, ഞാൻ ഒരിക്കലും ആരും പറഞ്ഞു വിട്ടിട്ടില്ല എന്ന് പറയുമ്പോ ഇവളാണെങ്കിൽ ഇവളുടെ ആളുകളെ വിളിച്ചിട്ട് ജോയെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ്. അത് കണ്ട് ഇയാൾക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. സോ ഇവള് അച്ഛനോട് ഞാൻ മുന്നേ പറഞ്ഞതാണ് എന്റെ കാര്യത്തില് ഇടപെടണ്ടാന്ന്, പിന്നെന്തിനാ വീണ്ടും വീണ്ടും അവനെ കൊല്ലാൻ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇയാള് നിന്നോട് എത്ര പറഞ്ഞാലും നിനക്കെന്താ മനസ്സിലാവാത്തത്, അവനോടുള്ള ബന്ധം നമുക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനല്ലേ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് എനിക്കതിന്റെ ആവശ്യമില്ല, അച്ഛന്റെ പ്രൊട്ടക്ഷൻ കൂടി പോയിട്ടല്ലേ എന്റെ അമ്മ മരിച്ചത് എന്ന് ചോദിക്കുമ്പോ ഇയാൾക്ക് ഒന്നും പറയാനാവുന്നില്ല. അതിനുശേഷം നമ്മൾ പിറ്റേന്നാണ് കാണുന്നത്. ഇവളാണെങ്കിൽ കോളേജിൽ എത്തുന്ന സമയത്ത് ഷൂയാനാണെങ്കിൽ ഇവളോട് നീ ഇന്ന് ക്ലാസ്സിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഇവളെയും കൂട്ടി പുറത്ത് ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഒരു ലേലം പോലത്തെ ഒരു പ്രോഗ്രാമാണ് അവിടെ നടക്കുന്നത്. അവിടെ ഒരു നെക്ലസ് ആണ് സ്വന്തമാക്കാനായിട്ട് എല്ലാവരും എത്തിയിരിക്കുന്നത്. ഭയങ്കര പ്രീഷ്യസ് ആയിട്ടുള്ള കപ്പിൾസ് ഒക്കെ അവരുടെ പാർട്ട്ണർക്ക് സ്നേഹസമ്മാനമായിട്ട് നൽകാൻ പറ്റിയ ഒരു ഗിഫ്റ്റ് പോലത്തെ ഒരു നെക്ലസ് ആണ് അത്. ആ ഒരു നെക്ലസിന്റെ പിന്നിൽ ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഡിമാൻഡും കാര്യങ്ങളൊക്കെയാണ് അതിന്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അത് സ്വന്തമാക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള വിലപേശലും തുടങ്ങാണ്. എല്ലാവരും 1 കോടി 2 കോടി 10 കോടി 20 കോടി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. ആ ഒരു സമയത്ത് എല്ലാം തന്നെ എല്ലാവരും വിളിക്കുന്നതിൽ 10 സെന്റ് കൂട്ടിയാണ് ഷൂയാൻ വിളിക്കുന്നത്. ആ വിളിക്കുന്നവനെ നാണം കെടുത്തുന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ ഇവനെ എല്ലാവരും കളിയാക്കുന്നു. പക്ഷെ ലാസ്റ്റ് ഇവനാണെങ്കിൽ 100 കോടിക്കാണ് ആ ഒരു നെക്ലസ് സ്വന്തമാക്കുന്നത്. അത് മറ്റാർക്കും വേണ്ടിയിട്ടല്ല, ഇവൾക്ക് വേണ്ടി തന്നെയാണ്. എന്നിട്ട് ഇവളെയും കൂട്ടി പുറത്തു വന്ന് ഇവളോട് നീ ഇനിയെങ്കിലും സമ്മതിച്ചേക്ക് നീ പീച്ചാണെന്ന കാര്യം എന്ന് പറയുമ്പോ ഇവള് ഞാൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നീ ഷൻ ഫാമിലിയുടെ മാസ്റ്റർ ആണ്, അതുപോലെ ഞാൻ ഡ്രാഗൺ ഫാമിലിയുടെ മിസ്ട്രസ് ആണ്, അതുകൊണ്ട് നമുക്ക് തമ്മിൽ ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടാവുമെന്ന് നീ വിചാരിക്കേ വേണ്ട എന്ന് പറയുമ്പോ ഇവൻ ചിലപ്പോഴൊക്കെ നീ പറയുന്നത് കേട്ടാല് നിന്റെ വാ പിടിച്ച് കീറാൻ തോന്നും, പക്ഷെ എനിക്കറിയാം നീ എന്തുകൊണ്ട് എന്നെ ഇഷ്ടമാണെന്ന കാര്യം അക്സെപ്റ്റ് ചെയ്യാത്തതെന്ന്, നിന്റെ അച്ഛൻ എന്റെ ലൈഫ് എടുക്കുമെന്ന് പേടിച്ച് അല്ലേ, അതുപോലെ തന്നെ നീ കാരണം എന്റെ 1 വർഷം പോയി, അതിന്റെ കുറ്റബോധം നിനക്കുണ്ട്, നമ്മുടെ രണ്ടുപേരുടെ ഫാമിലി ഇത് അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് നിനക്കറിയാം, ഇതൊക്കെ തന്നെയല്ലേ നിന്റെ റീസൺസ് എന്ന് ചോദിക്കുമ്പോ ഇവള് പറഞ്ഞതൊക്കെ പകുതി ശരിയാണ് എന്ന് പറയാണ്. അപ്പൊ ഇവൻ എന്ത് പ്രശ്നം വന്നാലും ആരൊക്കെ എതിരെ വന്നാലും എനിക്ക് നിന്നെ വേണം എന്ന് പറയുമ്പോ ഇവള് നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവനും അതെ, നീ ഫസ്റ്റ് കോളേജിൽ വെച്ച് ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞപ്പോ മുതല് എന്റെ മൈൻഡ് പോയതാ, അവിടെ തന്നെ എനിക്ക് എന്നെ നഷ്ടപ്പെട്ടതാ, പിന്നെ നീ പീസ്റ്റ് ആണെന്ന് കൂടി അറിഞ്ഞപ്പോ ഒരിക്കലും ആ മൈൻഡ് തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയുമ്പോ ഇവള് നീ നിന്റെ ഇഷ്ടം പറഞ്ഞ് ഇപ്പൊ എന്നെ കൺവിൻസ് ചെയ്യാനാണോ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവനാണെങ്കിൽ നേരത്തെ സ്വന്തമാക്കിയ ആ ഒരു നെക്ലസ് എടുത്തിട്ട് ശരിക്കും ഇവളെ പ്രപ്പോസ് ചെയ്യാണ്.
എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഇവളുടെ കഴുത്തിൽ ആ ഒരു മാല ഇട്ട് കൊടുക്കാണ്. ഇവള് പെട്ടെന്ന് ഇവനെ കിസ് ചെയ്യാണ്. ഇവനും ഭയങ്കര ഹാപ്പി ആയിട്ട് അവരെ കിസ് ചെയ്യുന്നു. എന്നിട്ട് ഇവൻ ഇവളോട് ഞാൻ എന്തായാലും ഇനി എന്റെ ഫാമിലിയിലുള്ളവരെ നീ എന്റേതാണെന്ന് കൺവിൻസ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കും എന്ന് പറയുമ്പോൾ ഇവള് പക്ഷെ എന്റെ അച്ഛനെ എനിക്ക് ഒരിക്കലും കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇനി വരുന്ന കോൺസിക്വൻസ് ഒക്കെ നേരിടാൻ നീ തയ്യാറായിക്കോ എന്ന് പറയുമ്പോൾ ഇവനും ഞാൻ ഫുള്ള് റെഡിയാണ് എന്ന് പറയാണ്. സോ അവര് നാളെ കാണാം എന്ന് പറഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് അങ്ങനെ അവിടെ നിന്ന് പിരിയുകയാണ്. അങ്ങനെ അതിനുശേഷം ഷോയാനാണെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്ന് ഇവന്റെ പാരന്റ്സിനോട് കൺഫേം ആയിട്ട് ആൻ ഇവന്റെ ഗേൾ ഫ്രണ്ട് ആയി എന്ന കാര്യം പറയാണ്. അത് കേട്ട് അച്ഛനാണെങ്കിൽ തുള്ളാണ് കിടന്ന്. അവളുടെ അച്ഛൻ എത്ര പേരുടെ ചോര എടുത്തിട്ടുള്ള മനുഷ്യനാണെന്ന് അറിയോ, അയാളുടെ മകളെ എങ്ങനെയാണ് നല്ലവളാകുന്നത്, നീ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ, ഇതൊരിക്കലും നമുക്ക് ചേർന്ന ബന്ധമല്ല എന്നാണ് അച്ഛനും അമ്മയും ഇവനോട് പറയുന്നത്. പക്ഷെ ഇവൻ ഇവരോട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ തീരുമാനം മാറ്റാൻ പോകുന്നില്ല, അതിനി ഒടേ തമ്പുര ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ അവളുടെ സ്റ്റാറ്റസ് നോക്കിയിട്ടല്ലേ അവളെ വേണ്ടാന്ന് പറയുന്നത്, മകൻ കാരണം നിങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടരുത്, അത് മാത്രമല്ലേ നിങ്ങൾ നോക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ വാക്കുകളൊന്നും കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ആനും തിരിച്ചു വീട്ടിൽ വന്ന് ഇവളുടെ അച്ഛന്റെ അടുത്ത് വന്ന് ഇരിക്കുമ്പോ അച്ഛൻ ഇവളോട് നീ വന്നോ, ഇത്രയും വർഷത്തിനിടയ്ക്ക് നീ ഒരിക്കൽ പോലും എന്റെ വാക്ക് ധിക്കരിച്ചിട്ടില്ല, ഇപ്പൊ നിനക്ക് എന്താ പറ്റിയത് മോളെ എന്ന് ചോദിക്കുമ്പോ ഇവള് ഞാനൊരു നല്ല കുട്ടിയായിട്ട് അഭിനയിച്ച് മടുത്തു, എന്റെ അമ്മ മരിക്കുന്നതിന് മുന്നേ എന്നോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒരു അനുസരണയുള്ള കുട്ടിയായിരിക്കണം, അച്ഛൻ പറയുന്നത് കേൾക്കണം, നല്ല കുട്ടിയായിരിക്കണം, ഏത് പ്രതിസന്ധിയും അഭിമുഖീകരിക്കണം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നാളും ഞാനല്ലാതെ ജീവിച്ചുകൊണ്ടിരുന്നത്, ഇത്രയും വർഷവും നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്നത് എന്ന് പറയുമ്പോൾ ഇയാള് മോളെ നീ എന്തൊക്കെയാ പറയുന്നത്, എന്തിനാ നീ അഭിനയിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് സർവൈവ് ചെയ്യാൻ വേണ്ടി, പക്ഷെ ഇപ്പോ ഷോയാൻ എന്റെ മൈൻഡ് ഫുള്ള് മാറ്റിയിരിക്കുകയാണ്, അവനെ കൂടെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാള് ഒന്നും ചെയ്യാതിരുന്നത്, ഇനി എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്, എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കറിയാം, ഇനിയും നിങ്ങൾ അവനെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ മകളെ കാണില്ല എന്ന് പറഞ്ഞിട്ട് ഇവള് അവിടെ നിന്ന് കയറി പോവുകയാണ്. എന്നിട്ട് ഇവളെ റൂമിൽ വരുമ്പോൾ ഷോയാനാണെങ്കിൽ ഇവളെ വിളിച്ചിട്ട് നീ വീട്ടിലെത്തിയോ, എന്തായി, അച്ഛനോട് സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോ ഇവള് എന്താവാൻ, അവിടെ എന്തായി എന്ന് ചോദിക്കുമ്പോ ഇവൻ ഇവിടുത്തെ റൂളൊക്കെ ഞാൻ തെറ്റിക്കുന്നത് ആദ്യത്തെ സംഭവമൊന്നും അല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, എങ്കിലും അച്ഛൻ ദേഷ്യപ്പെട്ടു, അമ്മ കരഞ്ഞോണ്ടേയിരിക്കുകയാണ് എന്ന് പറയുമ്പോ ഇവളും എന്റെ അച്ഛനും ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഉള്ളില് നല്ല വിഷമിക്കുന്നുണ്ടാവും എന്ന് പറയുമ്പോ ഇവൻ എന്തായാലും നമുക്ക് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം, എന്തായാലും നമ്മുടെ റിലേഷൻഷിപ്പ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് നാളെ നമുക്കതൊന്ന് ആഘോഷിച്ചാലോ എന്ന് ചോദിക്കുമ്പോ ഇവളും ശരി എങ്കിൽ പിന്നെ നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞിട്ട് ഇവര് വലിയ സന്തോഷത്തില് ഫോൺ വെക്കുകയാണ്. അപ്പോഴേക്കും ഇവളുടെ അച്ഛനാണെങ്കിൽ റൂമിലേക്ക് വന്ന് വളരെ സങ്കടത്തില് ഇവളോട് മോളെ നീ എന്നെ വെറുക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവള് അതെ എനിക്ക് നിങ്ങളോട് വെറുപ്പാണ്, കാരണം നിങ്ങൾ കാരണമാണ്, നിങ്ങളുടെ പ്രവൃത്തികൾ കാരണമാണ് എന്റെ അമ്മ മരണപ്പെട്ടത്, ലൈഫ് ലോങ് പ്രൊട്ടക്ട് ചെയ്തോളാന്ന് നിങ്ങൾ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്റെ അമ്മ മരിച്ചത് എന്ന് പറയാണ്. അതായത് ഇവളുടെ അമ്മ ഒരു സംഘർഷത്തില് ഇയാളെ രക്ഷപ്പെടുത്തുന്ന വഴിക്കാണ് വെടിയേറ്റ് മരിച്ചത്. സോ തന്നെ ലൈഫിൽ ഒറ്റയ്ക്കാക്കിയതും തനിക്ക് അമ്മയില്ലാതാക്കിയതും ഇയാളും ഇയാളുടെ പ്രവൃത്തികളാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ എന്നേക്കായിട്ട് വെറുക്കാണ് എന്ന് പറയുമ്പോൾ ഇയാള് എല്ലാം എന്റെ തെറ്റ് തന്നെയാ മോളെ, ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നിനക്ക് അതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നീ ഒരു സത്യം അറിയണം, നിന്റെ അമ്മയെ കൊന്നത് ഷൂയാന്റെ അച്ഛനും അവന്റെ ആളുകളും ഒക്കെയാണ്, അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനിടയ്ക്ക് അതിനെ എന്നെ വിളിപ്പിച്ച് അവർക്ക് വെല്ലുവിളി ആവാതിരിക്കാൻ വേണ്ടി എന്നെ കൊല്ലാൻ നോക്കിയതാണ്, പക്ഷെ അവരുടെ കൈകൊണ്ടാണ് നിന്റെ അമ്മ മരിച്ചത്, നിന്റെ അമ്മയുടെ ജീവൻ എടുത്തവരുടെ അടുത്തേക്കാണ് നീ പോകാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഇവളത് കേട്ട് ഷോക്കായി ഇവളുടെ കയ്യിലുള്ള ആ ഒരു മാല താഴെയിടാണ്. അതിനുശേഷം നമ്മളെ പിറ്റേന്നാണ് കാണുന്നത്. തലേന്ന് ഇവരെ പിറ്റേന്ന് കാണാം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഫോൺ വെച്ചത്, അതുകൊണ്ട് തന്നെ ഇവളെ പിക്കാനായിട്ടാണ് ഇവൻ വലിയ സന്തോഷത്തിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും അകത്തുനിന്ന് സെക്യൂരിറ്റി വന്നിട്ട് ഇവനോട് മാഡം ഇവിടെയില്ല, മാഡവും അച്ഛനും ലണ്ടനിലേക്ക് പോയേക്കാണ്, ഇപ്പോഴൊന്നും ഇനി തിരിച്ചു വരില്ല എന്ന് പറയുമ്പോൾ ഇവനത് കേട്ട് തകർന്നു പോവാണ്. ഇവനോട് ഒരു വാക്ക് പോലും പറയാതെയാണല്ലോ അവള് പോയത്. പെട്ടെന്ന് ഇവൻ അവളെ വിളിച്ചു നോക്കുന്നു, എന്നാൽ അവളുടെ ഫോൺ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല, അതിനു മുന്നേ തന്നെ ഒരു വലിയ ട്രാജഡി ആണല്ലോ സംഭവിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവനിപ്പോ ഫുള്ള് തകർന്നു പോവാണ്. ഇവൻ വീട്ടിൽ വന്നിട്ടും ഒരുപാട് തവണ അവളെ ട്രൈ ചെയ്ത് നോക്കുന്നു, പക്ഷെ അവളെ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. സോ ഇവൻ പെട്ടെന്ന് തന്നെ അങ്കിളിനെ വിളിച്ചിട്ട് ആനും അവളുടെ അച്ഛനും എവിടെയാണുള്ളതെന്ന് എനിക്ക് അറിയണം, എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല അവരുടെ ലൊക്കേഷൻ എനിക്ക് വേണം എന്ന് പറയുമ്പോൾ അങ്കിള് നീ സമാധാനപ്പെട്, ഞാൻ ഓൾറെഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല, ഒരു തെളിവ് അവശേഷിപ്പിക്കാതെ എല്ലാം ചെയ്യാൻ അവർ മിടുക്കരാണ്, അതുകൊണ്ട് തന്നെ അവരെ കണ്ടെത്തുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാണ്. പക്ഷെ ഇവനാണെങ്കിൽ ഭയങ്കര ഡൗൺ ആവുകയാണ് അതൊക്കെ കേട്ടിട്ട്. അപ്പോൾ ഇവിടെ അച്ഛനാണെങ്കിൽ വലിയ ദേഷ്യത്തില് ഷോയാൻ ആനിന്റെ പിന്നാലെ ആയതുകൊണ്ട് തന്നെ മാനേജറിനോട് ഷോയാന്റെ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്തേക്ക്, കമ്പനിയിൽ നിന്ന് അവന്റെ പേരും വിട്ടേക്ക്, നമ്മുടെ പ്രോപ്പർട്ടീസ് എല്ലാം തിരിച്ചു വാങ്ങിക്കണം, കാറുകൾ തിരിച്ചു വാങ്ങണം, ഇനി അവൻ എന്ന് അവളെ ഉപേക്ഷിച്ച് തിരിച്ചു വരുന്നോ അപ്പൊ മതി ഇനി അവൻ അതല്ല എന്ന് പറഞ്ഞ് ആളെ പറഞ്ഞു വിടാണ്. സോ ഈ ഒരു മാനേജറും ഇവന്റെ അടുത്തേക്ക് വന്ന് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് മോൻ തിരിച്ച് വീട്ടിലേക്ക് വന്നേക്ക്, ഇല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ ഇവൻ ഇനി ഇതിൽ കൂടുതൽ എന്ത് നഷ്ടപ്പെടാനാ, അവള് പോയി, ഇനി ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ പ്രയോജനം, എനിക്കൊന്നും വേണ്ട, എല്ലാം എടുത്തോളാനായിട്ട് പറഞ്ഞോ എന്ന് പറഞ്ഞ് ഫുള്ള് കള്ളു കുടിച്ച് ഭയങ്കര ലോസ്റ്റ് ആയിട്ട് കിടക്കാണ്. അതിനുശേഷം ഇപ്പൊ ജോയ് ആണെങ്കിൽ ഡെലിവറി ചെയ്യാനായിട്ട് എത്തിയിരിക്കുകയാണ്, അതും ഷോയാണ്. ഇവള് ഇപ്പൊ ഈ ഒരു ജോലിയാണ് ചെയ്ത് ജീവിക്കുന്നത്. അപ്പോ ഇവനെ കണ്ട് ഇവള് നീയോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇവനും ഇവളെ ശ്രദ്ധിക്കുന്നത്. സോ ഇവളോട് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ആനിന്റെ ഫാദർ എനിക്ക് കുറച്ച് പൈസ വന്നിട്ടുണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ എന്റെ അച്ഛന്റെ കടങ്ങളെല്ലാം തീർത്തു, ഇപ്പോ ഒരു ചെറിയ ജോലി ചെയ്യുന്നു, എനിക്കത് മതി. അല്ല ആൻ എവിടെ, നിന്റെ ഫോട്ടോസ് എല്ലാം എടുത്ത് അവള് നിന്റെ ഫാമിലിക്ക് അയച്ചു കൊടുത്തത് അവളുടെ അച്ഛൻ
അച്ഛന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താനാ, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ടാ അവൾ അതൊക്കെ ചെയ്തത്. അവള് ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവനും പ്രൊട്ടക്ട് ചെയ്യാനോ എന്ന് ചോദിക്കാണ്. പക്ഷെ അപ്പോഴേക്കും ഇവൾക്ക് ഫുഡ് ഡെലിവറി നടത്താനുള്ള സമയം ആയതുകൊണ്ട് തന്നെ ഡെലിവറി ചെയ്യാനായിട്ട് ഇവള് പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ്. അവൾ എന്തിനാ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നാണ് ഇവൻ ഇപ്പൊ ചിന്തിക്കുന്നത്. അതിനുശേഷം നമ്മളെ കാണുന്നത് ഇപ്പോ ആനിന്റെ ഫാദർ ആണെങ്കിൽ ഷൂയാന്റെ ഫാദറിനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. സോ ഇദ്ദേഹം നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത്, ഞങ്ങളെല്ലാത്തിനെയും തീർക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ ഇയാളാണെങ്കിൽ എഴുന്നേറ്റ് ഇദ്ദേഹത്തിനോട് ക്ഷമ ചോദിക്കാണ്. ഞാൻ നിങ്ങളെ കാണാൻ വന്നത് എന്റെ ക്ഷമ അറിയിക്കാനാണ്, കുറ്റബോധം അറിയിക്കാനാണ്. 15 വർഷം മുന്നേ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്റെ ഭാര്യ കൊല്ലപ്പെട്ടു. എന്നെയും ഇല്ലാതാക്കാൻ നോക്കി. ഞാൻ വിചാരിച്ചിരുന്നത് അത് ചെയ്തത് നിങ്ങളായിരുന്നു എന്നാണ്. ആ ഒരു ഒറ്റ തെറ്റിദ്ധാരണ മൂലം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇദ്ദേഹവും നിന്റെ വൈഫിനെ കൊന്നത് ഞാനാണെന്ന് അറിഞ്ഞിട്ടാണോ നീ എന്റെ മകനെ പലതവണ കൊല്ലാൻ നോക്കിയത് എന്ന് ചോദിക്കുമ്പോൾ ഇയാളും അതെ എന്ന് പറഞ്ഞിട്ട് എന്റെ മകള് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ സത്യം ഒരിക്കലും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാണ്. ഇയാള് അന്ന് ഇവളോട് സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിരുന്നല്ലോ, ഈ ഒരു ഷൻ ഫാമിലി കാരണമാണ് ഇവളുടെ അമ്മ മരണപ്പെട്ടത് എന്ന കാര്യം. പക്ഷെ അതിനുശേഷം ഇവളാണെങ്കിൽ ഒരു റിപ്പോർട്ട് എടുത്തുകൊണ്ട് വന്ന് ഇയാളെ കാണിച്ചിട്ട് നിങ്ങൾ പലപ്പോഴും വിശ്വസിച്ച് കൂടെ നിർത്തിയവർ തന്നെയാണ് നിങ്ങളെ ചതിച്ചത്. നിങ്ങളുടെ ഒറ്റൊരാളുടെ വെറുപ്പ് മൂലം നഷ്ടപ്പെട്ടത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്റെ അമ്മയാണ്. അതൊരിക്കലും നിങ്ങൾക്ക് തിരിച്ചു തരാനാവില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ സത്യം എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. അതായത് ഇയാൾ ഒരു ഡോൺ ആണല്ലോ, പക്ഷെ ഇയാളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഇയാളെ ചതിച്ചത്. അവരുടെ കാരണമാണ് ഇയാളുടെ വൈഫ് മരണപ്പെട്ടത്. പക്ഷെ ആ ഒരു സമയത്ത് ഇയാൾക്ക് ഷൻ ഫാമിലി ആയിട്ട് ഓരോ ശത്രുതയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത് നൈസിന് അവരുടെ തലയിൽ വെച്ചു കൊടുത്തതും ഇയാളുടെ ആളുകൾ തന്നെയാണ്. സോ ഇയാളുടെ വൈഫിനെ കൊന്നത് ഷൻ ഫാമിലി ആണ് എന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഇയാൾ പലതവണയും ഷൂയാനെ കൊല്ലാനായിട്ട് ശ്രമിച്ചത്. നമ്മൾ കണ്ടിരുന്നല്ലോ 6 വർഷം മുന്നേ ഷൂയാനെ ആനിന്റെ അച്ഛന്റെ ആളുകളെ കൊല്ലാൻ ശ്രമിക്കുന്നതും അവള് വന്ന് ഇവനെ രക്ഷപ്പെടുത്തുന്നതും ഒക്കെ. അതിനെല്ലാം തന്നെ റീസൺ ഈ ഒരു ഫാമിലി ഇയാളുടെ വൈഫിനെ കൊല്ലാൻ നോക്കി എന്ന കാരണം കൊണ്ടാണ്. പക്ഷെ ആ ഒരു സത്യങ്ങളൊക്കെ ആനിനെ അറിയാവുന്നത് കൊണ്ടാണ് അവള് പലപ്പോഴും അവനെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. സോ ഇയാളിപ്പോ ആ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് താൻ ഇത്രയും നാളും സത്യം അറിയാതെ പോയി, ഞാൻ തന്നെയാണ് തെറ്റുകാരൻ, നിങ്ങൾക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് തരാം എന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ട് ഷൂയാൻ എത്തിയിട്ട് ഇയാളോട് ഞാൻ എവിടെ അങ്കിൾ, എനിക്ക് അവളെ ഒന്ന് കാണണം, ഇതെല്ലാം എന്റെ തെറ്റാണ്, നിങ്ങൾ അവളെ ഒന്നും ചെയ്തേക്കരുത്, എനിക്ക് അവളെ ഒരു വട്ടം ഒന്ന് കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ ഇയാള് അവളെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം മോനെ എന്ന കാര്യം പറയാണ്. സോ ഇവനും പെട്ടെന്ന് തന്നെ അവരെ എപ്പോഴും മീറ്റ് ചെയ്യാറുള്ള ആ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടെ ഇവളും ഇവനെ കാത്തു നിൽക്കാണ്. ഇവനും ഇവളെ ഇടിക്കുന്ന പോലെയാണ് വണ്ടി കൊണ്ട് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ഇവള് നിന്റെ വണ്ടി ഇപ്പോ എന്നെ ഇടിച്ചാനല്ലോ, ഞാനങ്ങ് പേടിച്ചു പോയി, കുറച്ച് ദിവസമായല്ലേ നമ്മളെ കണ്ടിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ കണ്ണു നിറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇവളെ കിസ് ചെയ്യാണ്. എന്നിട്ട് ഇവളോട് ഇനി നീ എന്നോട് പറയാതെ ഇങ്ങനെ അപ്രത്യക്ഷമായി പോയാല് നീ പോകുന്നത് ഏത് നരകത്തിലോട്ടായാലും സ്വർഗത്തിലോട്ടായാലും ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരും, ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും നീ എന്റേത് മാത്രമായിരിക്കും എന്ന് പറയുമ്പോൾ ഇവള് ഞാൻ തിരിച്ചു വന്നില്ലേ, ഇനി നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയാണ്. സോ അവര് ഹാപ്പി ആയിട്ട് ഒന്നിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു ഡ്രാമ ഹാപ്പി എൻഡിങ്ങിൽ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാം.